വേറെ ഏതെങ്കിലും കിതാബുകളിൽ പറയുന്നുണ്ട്? അത് വേറെയും കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. വേറെ കിതാബ് ഇമാം റൂയാനിയുടെ ബഹറുൽ മദ്ഹബ്. റൂയാനി ഇമാമിനെ കുറിച്ച് താജുദ്ദീൻ അസുബ്കി റഹിമുല്ല പറഞ്ഞത് എന്താ? അവിടെ തൊബക്കാത്തു ഷാഫിഈത്തുൽ കുബ്രിയിൽ പറഞ്ഞത്, ഷാഫിഈ മദ്ഹബിലുള്ള കിതാബുകളെല്ലാം കരിച്ച് കളഞ്ഞാലും അതിലുള്ളതെല്ലാം ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് ഇങ്ങനെ എടുത്തു പറയും എന്ന് പറഞ്ഞ മഹാനാണ് ഇമാം റൂയാനി റളിയല്ലാഹു അൻഹു. അവരുടെ പ്രധാനപ്പെട്ട കിതാബാണ് മദ്ഹബിലെ ബഹറുൽ മദ്ഹബ് എന്ന് പറഞ്ഞ കിതാബ്. അതിൽ അവർ പറഞ്ഞു, അവരിത് പറയുന്നത് വജ്ജഹത്തുവിനെ കുറിച്ചുള്ള, ഇസ്തിഫ്താഹിനെ കുറിച്ചുള്ള 4 മദ്ഹബ് വിശദീകരിക്കുന്നിടത്താണ്. അവിടെ അബൂ ഹനീഫ ഇമാമിൻ്റെ മദ്ഹബും ഒക്കെ പറഞ്ഞിട്ട് പിന്നെ മാലിക്കി മദ്ഹബ് പറയുന്നുണ്ട്. മാലിക്കി മദ്ഹബിൽ ഇസ്തിഫ്താഹ് വേണ്ട എന്നാണല്ലോ. ആ വേണ്ട എന്ന് പറഞ്ഞ അഭിപ്രായത്തെക്കുറിച്ച് അങ്ങനെ പറഞ്ഞാൽ അത് കറാഹത്താവും എന്ന് പറയുന്നുണ്ട്. ഇബാറത്ത് വായിക്കാം. മസ്അലത്തുൻ സുമ്മ യഖൂലു വജ്ജഹത്തു വജ്ഹി വഖാല അബൂ ഹനീഫ യസ്തഫ്തിഹു ബിഖൗലിഹി സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക വതബാറക ഇസ്മുക വതആല ജദ്ദുക വജല്ല സനാഉക വലാ ഇലാഹ ഗൈറുക വബിഹി ഖാല സൗരിയു വഅഹ്മദു വഇസ്ഹാഖു വൽഔസാഇയു വഖാല മാലിക്കുൻ. മാലിക് ഇമാമിൻ്റെ അഭിപ്രായം ലാ യദ്ഉ ബിശൈഇൻ, ഒന്നും കൊണ്ടുവരാൻ പാടില്ല, ദുആർക്കാൻ പാടില്ല. ബാദൽ ഇഫ്തിതാഹി എന്ന് പറഞ്ഞാൽ വജ്ജഹത്തുമല്ല. ഇഫ്തിതാഹിന്ന് അവരും ഇഫ്തിതാഹ് എന്ന് പറഞ്ഞാൽ തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് തുടങ്ങണീന. തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് തുടങ്ങിയതിന് ശേഷം പിന്നെ ഒരു ദുആവും കൊണ്ടുവന്നുകൂടാ. ഓ ഇഫ്തിതാഹു സ്വലാത്ത, നിസ്കാരം തുടങ്ങേണ്ടത് ബി ഖൗലി അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് തുടങ്ങണം. ഓ യഖറഉ, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് തുടങ്ങിയാൽ പിന്നെ വജ്ജഹത്തുമില്ല, അഊദുല്ല, ബിസ്മില്ല. ഓ യഖറഉ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇങ്ങനെയാണ് മാലിക്കി മദ്ഹബ്. ഇത് ഉദ്ധരിക്കുകയാണ് ഇവർ. എന്നിട്ട് അതിനെക്കുറിച്ച് ആ അഭിപ്രായം ഉദ്ധരിച്ചിട്ട് റൂയാനി ഇമാം പറയാണ്, വഹാദ, ഈ പറഞ്ഞ അഭിപ്രായം ഇന്ധന യജൂസ്, നമ്മളെടുക്കലും ഈ പറഞ്ഞ പരിപാടി പറ്റും. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞതിന് ശേഷം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞ് ഓത്ത് തുടങ്ങാൻ പറ്റും. പക്ഷേ ഇതാ ദക്കറ തസ്മിയത്ത ഫി അവ്വലിൽ ഫാത്തിഹ, ഫാത്തിഹേൻ്റെ തുടക്കത്തിൽ ബിസ്മി ചേർത്ത് കൊടുക്കണം, എന്നാൽ നിസ്കാരം ശരിയാവും. നമ്മളെ മദ്ഹബിലും അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥനയും ഒന്നുമില്ല, അഊദൊന്നുമില്ല. പക്ഷേ ബിസ്മി ചൊല്ലിക്കാണ്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നമ്മളെ മദ്ഹബിലും അത് ജായിസ് തന്നെയാണ്. വലാകിന്നഹു യുക്റഹു, അത് കറാഹത്താണ്. എന്തുകൊണ്ട്? അവിടെ ദുആഉൽ ഇഫ്തിതാഹ് ഇല്ലല്ലോ, ദുആ ഇല്ലല്ലോ, പ്രാർത്ഥനയൊന്നും വന്നിട്ടില്ലല്ലോ, വജ്ജഹത്തു ആണല്ലോ, വജ്ജഹത്തു ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ റൂയാനി ഇമാം പറഞ്ഞ ഈ ഇബാറത്തും വേണമെങ്കിൽ അതിന് ഉപോത്ബലകമായി കൊണ്ടുവരാം, കറാഹത്ത എന്നുള്ളതിന് ഉപോത്ബലകമായി കൊണ്ടുവരാം. വജ്ജഹത്തുവിൻ്റെ പൂർണ്ണ രൂപം എങ്ങനെയാണ്? വജ്ജഹത്തുവിൻ്റെ പൂർണ്ണ രൂപം എന്ന് പറഞ്ഞാൽ ഷാഫിഈ ഇമാം സ്വഹീഹായ പ്രബലമായ ഹദീസ്, മുസ്ലിമൊക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസ്, ആ ഷാഫിഈ ഇമാമിൻ്റെ മുസ്നദിലുള്ള ഹദീസ്, ആ പ്രബലമായ ഹദീസ് ഉമ്മിൽ പറയുന്നുണ്ട്. അത് വിശാലമായ വജ്ജഹത്തുമാണ്. അത് ഞാനൊന്ന് പറയാം. വജ്ജഹത്തു വജ്ഹിയ ലില്ലദീ ഫത്തറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ ഇന്ന സ്വലാത്തി വനുസുക്കി വമഹിയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വ അന അവ്വലുൽ മുസ്ലിമീൻ എന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത്. അവിടെ ഒരു റിവായത്തിൽ വ അന മിനൽ മുസ്ലിമീൻ എന്നുണ്ട്, ഷാഫി ഇമാം അവിടെ പറയുന്നുണ്ട്. ഏതായാലും നമുക്ക് എന്തായാലും വ അന മിനൽ മുസ്ലിമീൻ എന്നേ പറയാൻ പാടുള്ളൂ, അവ്വൽ മുസ്ലിമീൻ പറയരുത് എന്ന് ഇവിടെ തന്നെ ഷാഫി ഇമാം ബയാൻ ചെയ്യുന്നുണ്ട്. ദുആ കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇതേ വജ്ജഹത്തുവിനെ തുടർന്നിട്ടാണ് റിപ്പോർട്ടുള്ളത്. അല്ലാഹുമ്മ അൻതൽ മലികു ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക വബിഹംദിക അൻത റബ്ബി വ അന അബ്ദുക ളലംതു നഫ്സി വഅതറഫ്തു ബിദംബി ഫഗ്ഫിർ ലി ദുനൂബി ജമീഅഹ ലാ യഗ്ഫിറുഹാ ഇല്ലാ അൻത വഹ്ദിനി ലി അഹ്സനിൽ അഖ്ലാഖ് ലാ യഹ്ദി ലി അഹ്സനിഹാ ഇല്ലാ അൻത വസ്രിഫ് അന്നി സയ്യിഅഹ ലാ യസ്രിഫ് അന്നി സയ്യിഅഹ ഇല്ലാ അൻത ലബ്ബൈക വസഅദൈക വൽ ഖൈറു ബിയദൈക വശ്ശർറു ലൈസ ഇലൈക വൽ മഹ്ദിയ്യു മൻ ഹദൈത അന ബിക വ ഇലൈക ലാ മൻജാ മിൻക ഇല്ലാ ഇലൈക തബാറക്ത വ തആലൈത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക. ഇതുവരെ ഒറ്റ ഹദീസ്, ഒറ്റ ദുആ ആണ്. ഇങ്ങനെ തന്നെയാണ് ഒരു റിവായത്തിലുള്ളത്. അതാണ് ഷാഫി ഇമാം ആദ്യം ഉദ്ധരിച്ചത്. അതോടൊപ്പം ഷാഫി ഇമാം മറ്റൊരു റിവായത്തും കൂടെ വജ്ജഹത്തുൽ ഉദ്ധരിക്കുന്നുണ്ട്. അല്ലാഹുമ്മ അൻതൽ മലികു ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അൻത റബ്ബി വ അന അബ്ദുക
ظلمت نفسي واعترفت بذنبي فاغفر لي ذنوبي جميعها لا يغفر الذنوب إلا أنت واهدني لأحسن الأخلاق ولا يهدي لأحسنها إلا أنت واصرف عني سيئها لا يصرف عني سيئها إلا أنت لبيك وسعديك والخير بيديك والشر ليس إليك والمهدي من هديت أنا بك وإليك لا منجا ولا ملجأ منك إلا إليك تباركت وتعاليت أستغفرك وأتوب إليك. ഈ ദുആ വജ്ജഹത്തു പൂർണ്ണമായ വജ്ജഹത്തുമാണ്. ഇത് ഉദ്ധരിച്ചിട്ട് ഷാഫി ഇമാം പറയുന്നത് ഖാല ഷാഫിഈയു അബിയാദാ കുല്ലിഹി അഖൂലു, ഇതെല്ലാം ചൊല്ലണമെന്നാണ് ഞാൻ പറയുന്നത്. വ ആമുറു വ ഉഹിബ്ബു, ഇത് ചൊല്ലൽ സുന്നത്താണെന്ന് ഞാൻ കൽപ്പിക്കുന്നു. വ ഉഹിബ്ബു അൻ യഅ്തിയ ബിഹി, ഇത് കൊണ്ടുവരൽ എനിക്ക് ഇഷ്ടമാണ്. കമാ യുർവാൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തനബിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തതുപോലെ ലാ യുഗാദിറു മിൻഹു ഷൈഅ, അതിൽ നിന്ന് ഒന്നും കളഞ്ഞു പോകാൻ പാടില്ല, ഒന്നും കളയാതെ. വയജാലു മക്കാന അന അവ്വൽ മുസ്ലിമീൻ, അന അവ്വൽ മുസ്ലിമീൻ എന്നിടത്ത് യുജാലു ആക്കണം, അന മിനൽ മുസ്ലിമീൻ ആക്കണം നമ്മൾ. ഫൈൻ സാദ ഫീഹി ഷൈഅ, ഈ പറഞ്ഞ റസൂലുള്ളാഹിയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഈ വജ്ജഹത്തു അതിലെന്തെങ്കിലും കൂട്ടുകയാണെങ്കിൽ ഔ നഖസഹു, അല്ലെങ്കിൽ റസൂലുള്ളാഹിയിൽ നിന്ന് ഉദ്ധരിച്ച വജ്ജഹത്തു ചുരുക്കി പറയാം, കരിഹത്തു അത് കറാഹത്താണ്. അപ്പോൾ റസൂലുള്ളാഹിയിൽ നിന്ന് വാരിദായ വജ്ജഹത്തു, ആ വജ്ജഹത്തുൽ വാരിദല്ലാത്ത റസൂലുള്ളാഹി തീരെ പറയാത്തൊരു വജ്ജഹത്ത് കൊണ്ടുവരിക, അതും കറാഹത്താണ്. റസൂലുള്ളാഹി പറഞ്ഞ വജ്ജഹത്തു അത് അല്പം ചുരുക്കലും ഇപ്പോൾ വേണ്ട. ചിലവർ പറയുന്നുണ്ടല്ലോ വജ്ജഹത്തു വജിഹല്ലദി വാന മിനൽ മുസ്ലിമീൻ എന്ന് പറയുന്നത് ചൊല്ലാതെ വജ്ജഹത്തു വജിഹലില്ലദി ഫത്തറസ്സമാവാത്തി വല്ലത് മാത്രം ചൊല്ല, അങ്ങനെ ചുരുക്കലും കറാഹത്താണ്. പക്ഷേ അങ്ങനെ ഒരാൾ ചെയ്താൽ വലാ ഇആദത, നിസ്കാരം അടക്കൊന്നും വേണ്ട. വലാ സുജൂദലി സഹവി അലൈഹി, അങ്ങനെ ഒരാൾ ചുരുക്കുക കൂട്ടുക ചെയ്താൽ സഹവിൻ്റെ സുജൂദൊന്നും ചെയ്യേണ്ട. അമീദ ദാലിക ഔ നസിയഹു, മറന്നു ചെയ്താലും മനഃപൂർവ്വം ചെയ്താലും, ഔ ജഹിലു അറിവില്ലാതെ ചെയ്താലും സഹവിൻ്റെ സുജൂദൊന്നും വേണ്ട. പക്ഷേ അത് കറാഹത്താണ്, ചെയ്യാൻ പാടില്ല എന്ന് ഷാഫി ഇമാം പറഞ്ഞു. എന്നിട്ട് പറയാ വ സവാഉൻ ഫീ ദാലിക്കൽ ഇമാമു വൽ മാമൂമു, ഈ ദിക്ർ ചൊല്ലണമെന്ന വിഷയത്തിൽ ഇമാമും കണക്ക് തന്നെയാണ്, മാമൂമും കണക്ക് തന്നെയാണ്, രണ്ടാളും ചൊല്ലണം. അവിടെ ഒരു സംശയം വരും, ഇത്രയും സുദീർഘമായ വജ്ജഹത്തു കറാഹത്താണല്ലോ, ഇമാമിന് മറ്റുള്ളവരെ സമ്മതമല്ലാതെ ചൊല്ലൽ കറാഹത്താണല്ലോ. അപ്പോൾ അതിനെ സംബന്ധിച്ച് പിന്നെ അങ്ങനെ ഒരു സംശയം വരും. ഷാഫി ഇമാമ പറഞ്ഞത് ഒരു സംശയം വരും. അതിനവിടെ ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശ്യം, ഷാഫി ഇമാമ പറഞ്ഞതിൻ്റെ ഇമാമും മഅ്മൂമൊക്കെ തുല്യമാണെന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശ്യം, മഅ്മൂമീങ്ങൾ ഇമാമ് കൂടുതൽ വജ്ജഹത്തു കൂടുതൽ ചൊല്ലുന്നത് തൃപ്തിപ്പെട്ടാൽ ഇമാമിന് വജ്ജഹത്ത് നീട്ടിച്ചൊല്ലൽ സുന്നത്താണെന്ന് നമ്മളെ കിതാബുകളിലൊക്കെ ഉണ്ടല്ലോ, തൊയ്ഫിലും എല്ലാ കിതാബിലും ഉണ്ടല്ലോ. അപ്പോൾ അതായിരിക്കും ഇമാം ഷാഫി അവിടെ ഉദ്ദേശിച്ചത്, ഇമാമും മഅ്മൂമും ഒക്കെ ഇത് ചെല്ലണം, എല്ലാവരും കണക്കാണെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം മഅ്മൂമിങ്ങൾ തൃപ്തിപ്പെട്ടാൽ ഇമാമിന് ചൊല്ലാം എന്നായിരിക്കും. ഷാഫി ഇമാം പറഞ്ഞത് എല്ലാ ഇമാമിനും ബാധകമല്ലെന്ന് ആരാ വ്യാഖ്യാനിച്ചത്? ഷാഫി ഇമാം പറഞ്ഞത് എല്ലാവർക്കും ബാധകമല്ല എന്ന് ഇബ്നു റിഫഅ തങ്ങൾ കിഫായത്തുൻ നബീഹ് ഫി ഷറഹി തൻബീഹ് എന്ന് പറഞ്ഞ കിതാബിൽ ഷാഫി ഇമാമിൻ്റെ ഈ ഉമ്മിലുള്ള പ്രസ്താവന ഉദ്ധരിച്ചിട്ട് പറഞ്ഞു, വൽ അഹ്സനു ഫി തഅ്വീലിഹി അന്ന ഷാഫിയ ഇഖ്തസറ ഫിൽ മുഖ്തസരി അലാ ദാലിക. ഷാഫി ഇമാമ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം എല്ലാ ഇമാമിയങ്ങളും അത് ഫുള്ള് ചെല്ലൽ അനിവാര്യമാണ്, അത് ചെല്ലിയില്ലെങ്കിൽ കറാഹത്ത് വരും എന്നല്ല. കാരണം മുഖ്തസറിൽ തന്നെ ഷാഫി ഇമാമിൻ്റെ മുഖ്തസറുൽ ഉമ്മ്, മുസനി ഇമാമിൻ്റെ മുഖ്തസറുൽ ഉമ്മിൽ നമ്മൾ സാധാരണ ചൊല്ലാറുള്ള വജ്ജഹത്തു വ അനമിനൽ മുസ്ലിമീൻ വരെ ഉള്ളൂ, അത് അങ്ങ് അപ്പുറത്തേക്കില്ല. അപ്പോൾ ചുരുക്കം അത് നോർമലായിട്ടുള്ള വജ്ജഹത്വമാണ്, തൃപ്തി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എല്ലാവർക്കും സുന്നത്തുള്ളതാണ്. അപ്പോൾ അതിനും മനസ്സിലാകുക ഷാഫി ഇമാമ് ആര് പറയാ, ഇബ്നു റിഫഅ തങ്ങൾ പറയാ അന്ന ഷാഫിയ ഇഖ്തസറ ഫിൽ മുഖ്തസരി അലാ ദാലിക, ഷാഫി ഇമാമ് മുഖ്തസറിൽ പിന്നെ ചുരുങ്ങിയ രൂപത്തിലുള്ള വജ്ജഹത്വമാണ് പറഞ്ഞത്. ലിഅന്നഹു യഅമു കുല്ല മുസല്ലിൻ, അതെല്ലാ നിസ്കരിക്കുന്ന വ്യക്തിക്കും വേണ്ടതാണ്. മിൻ ഇമാമിൻ വ മുൻഫരിദിൻ, ഇമാമായാലും മുൻഫരിദായാലും. വമാ ദക്കറഹു ഫിൽ ഉമ്മിൽ പറഞ്ഞത് മിൻ തത്തിമ്മത്തിൽ ഹദീസ്, പൂർണ്ണമായ ഹദീസ് പറഞ്ഞത് മഖ്സൂസുൻ, അത് പ്രത്യേകമാണ്. കമാ ഖാലൽ അസ്ഹാബു, ഷാഫി ഇമാമിൻ്റെ അസ്ഹാബുൽ വുജൂഹ് അല്ലെങ്കിൽ അസ്ഹാബു ഷാഫി പറഞ്ഞതുപോലെ ബിൽ മുൻഫരിദി, അത് മുൻഫരിദിനാണ് വേണ്ടത്. ദൂനൽ ഇമാമി, എല്ലാ ഇമാമിനും ഇല്ല. ഇല്ലാ യുസിറ മൻ ഖൽഫഹു അത്തത്വീല,
ഇമാമിൻ്റെ പിന്നിലുള്ള മഅ്മൂമീങ്ങൾ നീട്ടി നിസ്കാരം നീട്ടി നിർവഹിക്കാം, എത്ര നീട്ടിയതുകൊണ്ട് കുഴപ്പമില്ല എന്ന് സമ്മതം തന്നാൽ ഇമാമിന് എന്ത് പറ്റും? ഈ പറഞ്ഞ വജ്ജത്ത് നീട്ടി ഓതാം. ഇതാണ് അതിൻ്റെ മാന എന്ന് ഇബ്നുർ റിഫ തങ്ങൾ കിഫായിൽ പറഞ്ഞു. അതിൻ്റെ പുറമെ ഖാലി ഹുസൈൻ തങ്ങൾ അത്തഅലീഖ എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ അത്തഅലീഖത്തു ഫിൽ ഫുറൂ ഷാഫി മദ്ഹബിലെ ബൃഹത്തായ ഗ്രന്ഥമാണ്. അതിലവർ പറഞ്ഞു വഖദ് റവ ഷാഫിഈയു സിയാദത്തുൻ ഫി ദുആഇൽ ഇസ്തിഫ്താഹി, വജ്ജത്തുൻ്റെ ദുആയിൽ കുറേ സിയാദത്തുണ്ട്. ഷാഫി ഇമാം ഉമ്മിൽ പറഞ്ഞത് വസ്തഹബ്ബ യഅതിയ ബിഹി മാമാ ദക്കർന, നമ്മൾ പറഞ്ഞ ചെറിയ വജ്ജത്തുവിൻ്റെ കൂടെ അതും കൂടെ പറയണമെന്നാണ് ഷാഫി ഇമാമിൻ്റെ അഭിപ്രായം. ഹാദാ ഇദാക്കാന മുൻഫരിദ ആകുമ്പോഴാണ്. ഫൈദാക്കാന ഇമാമൻ ഫൽ മുസ്തഹബു അൻ യഖ്തസിറ അലൽ അവ്വലി തഖ്ഫീഫൻ അലൽ ഖൗമി, മഅ്മൂമിങ്ങൾക്ക് ലഘൂകരിക്കാൻ വേണ്ടി വജ്ജഹത്ത് വജിഹല്ലദി എന്ന് പറയുന്ന വാനമിനൽ മുസ്ലിമീൻ വരെയുള്ള ചെറുത് ഓതലാണ് സുന്നത്ത്, ഫുള്ള് ഓതൽ സുന്നത്തില്ല. അങ്ങനെയാണ് എൻ്റെ മഅനാന്ന് ഖാലി ഹുസൈൻ തങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഷാഫി ഇമാം പറഞ്ഞ വജ്ജഹത്തു മറ്റ് ഹദീസ് ഗ്രന്ഥങ്ങളിലുണ്ടോ? ഷാഫി ഇമാം ഉമ്മിൽ പറഞ്ഞ സുദീർഘമായ വജ്ജഹത്തു, ഷാഫി ഇമാം ഉമ്മിൽ പറഞ്ഞ സുദീർഘമായ വജ്ജഹത്തു സ്വഹീഹ് മുസ്ലിമിലും സുനനു തുർമുദി, സുനനു അബൂ ദാവൂദ്, സുനൻ നസായി, അതുപോലെ നസായിയുടെ സുനനുൽ കുബ്ര, ബൈഹഖി ഇമാമിൻ്റെ സുനനുൽ കുബ്ര, ഇതിലെല്ലാം ഇമാം ഷാഫി പറഞ്ഞ സുദീർഘമായ വജ്ജഹത്തു ഒറ്റ സമയത്ത് തന്നെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലിയതായി, മുത്തനബി തന്നെ നിസ്കാരത്തിൽ ചൊല്ലിയതായിട്ട് റിപ്പോർട്ടുണ്ട്. ഈ ഹദീസ് പ്രബലമാണെന്ന് എല്ലാവരും പറഞ്ഞിട്ടുമുണ്ട്. അതേസമയത്ത് സുനനുൻ നസായിൽ ഈ ഷാഫി ഇമാം പറഞ്ഞ സുദീർഘമായ വജ്ജഹത്തു അല്ലെങ്കിൽ നമ്മൾ സാധാരണ പറയുന്ന വജ്ജഹത്തിൽ നിന്ന് അല്പം വ്യത്യാസപ്പെട്ട് കുറച്ച് കൂടുതലുള്ള ഒരു വജ്ജഹത്തുണ്ട്. അതിങ്ങനെയാണ്: അല്ലാഹു അക്ബർ വജ്ജഹത്തു വജിഹിയ ലില്ലദീ ഫത്തറ സമാവാതി വൽ അർദ്, അങ്ങനെ പോയി വാനമിനൽ മുസ്ലിമീൻ അല്പം സിയാദത്ത് അല്ലാഹുമ്മ അൻതൽ മലിക്കു ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക വബിഹംദിക, ഇങ്ങനെ ഒരു ചെറിയ വജ്ജഹത്തു നമ്മൾ പറയുന്നതിനേക്കാൾ അല്പം കൂടുതലുള്ള ഒരു വജ്ജഹത്തു സുനനുൻ നസായിലുണ്ട്. അതുപോലെ ബൈഹഖി ഇമാമിൻ്റെ സുനനുൽ കുബ്രയിൽ മാരിഫത്തു സുനനി വൽ ആസാർ എന്ന് പറഞ്ഞ ഗ്രന്ഥം, ഈ രണ്ട് കിതാബിലും ബൈഹഖി ഇമാം റിപ്പോർട്ട് ചെയ്ത് വേറെ ചെറിയ വ്യത്യാസമുള്ള ഒരു വജ്ജഹത്തു ലാ ഇലാഹ ഇല്ലാ അന്ത, ഇതൊക്കെ മുത്തനബി ചൊല്ലിയതായിട്ട് സ്ഥിരപ്പെട്ടതാണ്. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ളലംതു നഫ്സി വഅമിൽതു സൂഅൻ ഫഗ്ഫിർലി ഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അന്ത എന്ന് കഴിഞ്ഞിട്ട് വജ്ജഹത്തു വജിഹ ലില്ലദീ ഫത്തറ സമാവാതി നമ്മൾ സാധാരണ ചൊല്ലുന്നത്. പക്ഷെ ഇതൊന്നും ഇപ്പോൾ നമ്മൾ സാധാരണ ചൊല്ലുന്ന വജ്ജഹത്തു അല്ല, ഇന്ന് അല്പം വ്യത്യാസപ്പെട്ടുകൊണ്ടാണ്. പക്ഷേ മുസ്ലിമിലും മറ്റേ സുയാസിത്തിയിലും പറഞ്ഞത് വളരെ സുദീർഘമായ ഉമ്മിൽ പറഞ്ഞ വജ്ജഹത്തുമാണ്. നാം സാധാരണ ചൊല്ലുന്ന വജ്ജഹത്തുവിന് തെളിവെന്താണ്? സാധാരണ നാം ചൊല്ലാറുള്ള വജ്ജഹത്തു എന്ന് പറഞ്ഞാൽ വജ്ജഹത്തു വജിഹ ലില്ലദീ തുടങ്ങിയിട്ട് വാനമിനൽ മുസ്ലിമീൻ വരെയുള്ള ആരും ബുദ്ധിമുട്ട് ആക്കാത്ത മഅ്മൂമിയങ്ങൾ സമ്മതം ചോദിക്കേണ്ട ആവശ്യമില്ലാത്ത ആ വജ്ജഹത്തു. ആ വജ്ജഹത്തുവിന് തെളിവ് ഷാഫി ഇമാം മുസ്നദിൽ പറഞ്ഞിട്ടുണ്ട്. ഷാഫി ഇമാമിൻ്റെ മുസ്നദ് ഷാഫിയിൽ അതിൽ പറഞ്ഞത് അത് ഉബൈദുല്ലാഹ് ഇബ്നു അബി റാഫി അൻ അലിയിൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസാണ്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ കാന ഇദബ്തദ അസ്വലാ, നിസ്കാരം തുടങ്ങുകയാണെങ്കിൽ ഇങ്ങനെ ഇദഫ്തതഹ സ്വലാ എന്നുകൊണ്ട് വേറെ റിവായത്തിൽ വജ്ജഹത്തു വജിഹിയ വഅന മിനൽ മുസ്ലിമീൻ വരെയുള്ള ആ ദുആ. ഷാഫി ഇമാം പറയാണ്, അത് പറഞ്ഞിട്ട് മുസ്നദിൽ ഉദ്ധരിച്ചിട്ട് സുമ്മ യഖറഉൽ ഖുർആന ബിത്തഅവൂദി, അഊദു ഓതി ഖുർആൻ ഓതും, സുമ്മ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അങ്ങനെ ഷാഫി ഇമാം മുസ്നദ് പറഞ്ഞിട്ടുണ്ട്. ഇതേ ഹദീസ് തന്നെ ഇബ്നു അസാക്കിൻ്റെ മുഅ്ജമിലും ഷർഹു ത്വഹാവി തങ്ങളുടെ ഷർഹു മആനിൽ ആസാറിലും ഹൈസമിയുടെ മവാരിദുൽ ലംആൻ ഇലാ സവാഇദി ഇബ്നു ഹിബ്ബാൻ, ഈ കിതാബുകളിലൊക്കെ പരിശോധിക്കുമ്പോൾ നമ്മൾ സാധാരണ ചൊല്ലാറുള്ള ഷാഫി ഇമാം മുസ്നദ് പറഞ്ഞ അതേ ഹദീസ് ചുരുക്കിയതായിട്ട് റസൂല ചൊല്ലിയിട്ടും വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് വഅനമിനൽ മുസ്ലിമീൻ എന്ന് വരെ ചൊല്ലി നിർത്തിക്കാണ്ട് വജ്ജഹത്ത് ഓതാൻ പറ്റുന്നത്. അല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതാ ഫുള്ള് ചൊല്ലിയിട്ടേ സ്ഥിരപ്പെട്ടിട്ടുള്ളൂ എങ്കിൽ ഫുള്ള് ചൊല്ലിയാലേ കറാഹത്ത് പോകുള്ളൂ. പക്ഷേ അങ്ങനെ വേണ്ട, വഅനമിനൽ മുസ്ലിമീൻ വരെ ചൊല്ലിയാൽ മതി, അതിലധികം ചൊല്ലണമെങ്കിൽ ഇമാമിന് സമ്മതം കിട്ടിയാലേ ചൊല്ലാവൂ എന്ന് പറയാൻ കാരണം അങ്ങനെ തന്നെ സ്ഥിരപ്പെട്ട റിവായത്തുകൾ ഉണ്ടായതുകൊണ്ട് റസൂൽ അങ്ങനെയും പല കോലത്തിൽ റസൂൽ ചൊല്ലിയിട്ടുണ്ട്. ഹദീസിൽ വന്ന ഏത് വജ്ജഹത്തും മതിയാകുമോ? ഹദീസിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം
ദുആഉൽ ഇഫ്തിതാഹായി മുത്തനബി ചൊല്ലിയതും മുത്തനബി അംഗീകരിച്ചതുമായ ദുആഉൽ ഇഫ്തിതാഹുകളുണ്ട്. പ്രാരംഭ പ്രാർത്ഥനകൾ അല്ലെങ്കിൽ തുടക്കത്തിൽ കൊണ്ടുവരുന്ന വജ്ജഹത്തു അതിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ദുആകളും ദിക്റുകളും ഉണ്ട്. അത് ഏത് ചൊല്ലിയാലും മതിയാകുമെന്ന് നമ്മുടെ ഫിഖ്ഹിൻ്റെ കിതാബുകളിലെല്ലാം പറഞ്ഞതാണ്. തുഹ്ഫത്തുൽ മുഹ്താജിൽ പറഞ്ഞു 230 പേജിൽ വറദ ഫീഹി അദ്ഇയത്തുൻ കസീറത്തുൻ മഷ്ഹൂറത്തുൻ. വജ്ജഹത്തു ദുആഉൽ ഇഫ്തിതാഹിൽ ധാരാളം ദുആകൾ, പ്രസിദ്ധമായ ധാരാളം ദുആകൾ ദുആഉൽ ഇഫ്തിതാഹ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അഫ്ളലുഹാ വജ്ജഹത്തു വജിഹിയ, അതിന് ഏറ്റവും ശ്രേഷ്ഠമായത് വജ്ജഹത്തു വജിഹിയ എന്ന് പറഞ്ഞ ദുആ ആണ് എന്ന്. അത് നമ്മൾ കിതാബിലൊക്കെ ഉള്ളതാണ്. ഷാഫി ഇമാം അതാണ് ഏറ്റവും ശ്രേഷ്ഠം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഖുർആനിനോട് യോജിച്ചു എന്നാ. ഖുർആനിലെ ആ വാക്കുണ്ട്, വജ്ജഹത്തു വജിഹിയ ലില്ലദി ഫത്തറ സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ എന്ന് പറഞ്ഞ ആ വാക്കിൻ്റെ ഖുർആനിൽ വന്നതാണല്ലോ. അതുകൊണ്ട് ആണ് അത് ശ്രേഷ്ഠാന്ന് ഷാഫി ഇമാം പറഞ്ഞത്. ഖുർആനിൽ വാന അവ്വലുൽ മുസ്ലിമീൻ എന്നുള്ളത് നമ്മളത് പറയുമ്പോൾ വാന മിനൽ മുസ്ലിമീൻ എന്ന് പറയണമെന്ന് മാത്രം. പിന്നെ നിഹായിലും പറഞ്ഞു വസഹഫീഹി അഖ്ബാറുൻ ഉഖറു. വജ്ജഹത്തു എന്നുള്ളത് പറഞ്ഞതിന് ശേഷം നമ്മൾ സാധാരണ ചൊല്ലുന്ന ദുആ വിശദീകരിച്ച ശേഷം അവർ പറഞ്ഞ് വേറെയും ഹദീസുകൾ പ്രബലമായി വന്നിട്ടുണ്ട്, സ്വഹീഹായി വന്നിട്ടുണ്ട്. മിൻഹ അൽഹംദുലില്ലാഹി അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് ശേഷം പറഞ്ഞു വബി അയ്യിഹഫ്തതഹ, ഇതിൽ നിന്ന് ഏത് ഈ വാരിദായ ദുആകളിൽ നിന്ന് ഏതുകൊണ്ട് തുടങ്ങിയാലും ദുആഉൽ ഇഫ്തിതാഹ് നിർവഹിച്ചാലും ഹസല അസ്ലു സുന്ന, അതുകൊണ്ടൊക്കെ സുന്നത്ത് വീടും. വലാക്കിന്നൽ അവ്വല അഫ്ളലു, വജ്ജഹത്തു ആണ് ഏറ്റവും അഫ്ളൽ. വജ്ജഹത്തു എന്നുള്ള ദിക്ർ കാലഹു ഫിൽ മജ്മുഇ, അത് മജ്മുഇൽ പറഞ്ഞിട്ടുണ്ട്. വലാഹിറുഹു ഇസ്തിഹ്ബാബുൽ ജംഇ ബൈന ജമീഇ ദാലിക, ഏതെല്ലാം ദുആകൾ വജ്ജഹത്തുവിൻ്റെ വിഷയത്തിൽ വന്നിട്ടുണ്ടോ അതെല്ലാം ഒരുമിച്ച് ദുആ ചെയ്യൽ, ഒരുമിച്ച് ചൊല്ലൽ, തക്ബീറത്തുൽ ഇഹ്റാമിൻ്റെ ശേഷം എല്ലാം ചൊല്ലൽ സുന്നത്താണ്. കൂട്ടിപ്പറയൽ, അപ്പോൾ 4ഉം 5ഉം 6ഒക്കെ ദിക്ർ വന്നിട്ടുണ്ട്, അതൊക്കെ കൂട്ടിപ്പറയൽ സുന്നത്താണ് എന്ന് റംലി ഇമാം നിഹായിൽ പറയാണ്. ബഹുലായുന് നിഹായിൽ റംലി ഇമാമ പറഞ്ഞത്. നവവി ഇമാം സ്വഹിയായി വന്ന എല്ലാ ദിക്റുകളും കൂട്ടിപ്പറയൽ സുന്നത്താണ് അദ്കാറിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. വഹുവ ലാഹിറുൻ ഖിലാഫലിൽ അദ്റായി, അത് അങ്ങനെ തന്നെയാണ് മസല, എല്ലാം പാടെ കൂട്ടിപ്പറയൽ സുന്നത്താണ്. അദ്റായി ഇമാം വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും കൂട്ടിപ്പറയൽ സുന്നത്ത് തന്നെയാണ്. ഇത് അസ്നവി ഇമാം കാഫിൽ മുഹ്താജ് സറൽ മിന്നാജിൻ്റെ കാഫിൽ മുഹ്താജിൽ പറഞ്ഞിട്ടുണ്ട്. വഖദ് വറദത്ത് അഹാദീസു സ്വഹീഹത്തുൻ ബി അദ്കാരിൻ ഉഖ്റ, വേറെ പല ദിക്റുകളായി പല സ്വഹീഹായ ഹദീസ് വന്നിട്ടുണ്ട്. തഹ്സുലു സുന്നത്ത് ബി കുല്ലി വാഹിദിമില്ല, അതിന് ഏതൊന്ന് ചൊല്ലിയാലും വജ്ജഹത്തുവിൻ്റെ സുന്നത്ത് കിട്ടും. വൈൻ കാനമാ ദക്കർന അഫ്ളല, വജ്ജഹത്തു എന്ന് പറയുന്ന ദിക്റാണ് ഏറ്റവും അഫ്ളൽ എങ്കിലും ഏതുകൊണ്ട് സുന്നത്ത് കിട്ടും. അതുപോലെ ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ ഈ ആബിൽ പറഞ്ഞു. പിന്നെ ഉബാബുൽ ഇബ്നുൽ മുസജ്ജിദ് തങ്ങൾ ഉബാബുൽ പറഞ്ഞു. ഈ ആബിൽ അതിൻ്റെ വിശദീകരണമുണ്ട്. വയഹ്സുലു സുന്നത്തു, സുന്നത്ത് കിട്ടും. ബി അൻ യഖൂല ബഅള തിൽക്കൽ അദ്ഇയത്തി, വാരിദായ ദിക്റുകളിൽ നിന്ന് കുറേ ദിക്ർ പറഞ്ഞിട്ട് വാരിദായ ദിക്റുകളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് പറഞ്ഞാൽ, ആ വാരിദായ ദിക്റിൻ്റെ അല്പം പറഞ്ഞാൽ എന്നല്ല ഇവിടെ അർത്ഥം. വാരിദായ ദിക്റുകളിൽ നിന്ന് ഏതെങ്കിലും ഒരു ദിക്ർ ഫുള്ള് പറഞ്ഞാൽ അതുകൊണ്ട് സുന്നത്ത് കിട്ടും. എന്നിട്ട് പിന്നെ ഏതൊക്കെയാണ് ദിക്റുകൾ എന്ന് വിശദീകരിച്ചിട്ടുണ്ട്. ഹദീസിൽ വന്ന ലളിതമായ രീതികൾ ഏതൊക്കെയാണ്? വജ്ജഹത്തു അതിൻ്റെ സുന്നത്ത് കിട്ടാൻ കറാഹത്തെന്ന് നാം കഴിച്ചലാവാൻ ഹദീസുൽ വാരിദായ വജ്ജഹത്തുമായിട്ട് ദുആഉൽ ഇഫ്തിതാഹായി വാരിദായ ഏത് ദിക്റും പറയാമെന്ന് പറഞ്ഞു. അതിന് ആ കറാഹത്ത് ഒഴിവാകാൻ ഏറ്റവും ലളിതമായ ഒരേ ഒരു ഏറ്റവും ലളിതത പറയുന്നത് വാരിദായ വന്നതിൽ വെച്ച് ഏറ്റവും ലളിതായത് അത് അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറക്കൻ ഫീഹി, അതിനേക്കാൾ ലളിതായ ഒരു ദിക്ർ, ഒരു ദുആഉൽ ഇഫ്തിതാഹ് ഫിഖ്ഹിൻ്റെ കിതാബിലും നമ്മളെ പരിധിയിലില്ല. നമ്മൾ കിട്ടാവുന്ന ഫിഖ്ഹിൻ്റെ ഷാഫി മദ്ഹബിലുള്ള കിതാബുകളൊക്കെ ഞാൻ നോക്കി. ഇവിടെ പറഞ്ഞ കിതാബുകളൊക്കെ അധികവും നമ്മളെ മജ്ലിസുൽ ഹുസ്നൈനിൻ്റെ ലൈബ്രറിയിൽ തന്നെ ഉണ്ട്. ഹദീസിൻ്റെ കിതാബുണ്ട്. ഇനി ഇതില്ലാത്തത് നമ്മളെ കമ്പ്യൂട്ടറിലും ഉണ്ട്. ഇതൊക്കെ ഞാൻ പരതിയിട്ടാണ് പറയുന്നത്, ഈ വിഷയകമായി പരതിയിട്ടാണ് പറയുന്നത്. അതിലെവിടെയും ഹദീസിൻ്റെ കിതാബ് ഞാൻ 500ഓളം കിതാബ് നോക്കി അറിഞ്ഞില്ലേ, എവിടെയും ഇതിനേക്കാൾ ലളിതമായൊരു വജ്ജഹത്ത് പറഞ്ഞിട്ടില്ല.
ഒരു ദുആഉൽ ഇഫ്തിതാ. ഏത്? അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി. ലളിത, വളരെ ലളിത. അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി കഴിഞ്ഞ്. അലാ കുല്ലി ഹാൽ എന്ന് വേണ്ട, അത്രേ ഉള്ളൂ. അതിനേക്കാൾ കൂട്ടും പാടെ കുറക്കും പാടെ വാരിദേത അങ്ങനെ തന്നെ നിൽക്കട്ടെ. ഇതാണ് ഏറ്റവും ലളിതം. പിന്നെ അതിനോട് അടുപ്പുള്ളതാണ് ഈ ഞാനിപ്പോൾ പറഞ്ഞ ഈ ദിക്ർ അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി എന്ന് പറ്റും. അത് മതി, വജ്ജത്തുവിൻ്റെ പുണ്യം അതുകൊണ്ട് കിട്ടുമെന്ന് മജ്മൂഇൽ ഇമാം നവവി പറഞ്ഞിട്ട് 320 പേജ് മജ്മൂഇൽ ശറഹുൽ മുഹദ്ദബിലുണ്ട്. അതുപോലെ നിഹായത്തുൽ മുഹ്താജിലുണ്ട്. പിന്നെ ഈ ആബിൽ ഉണ്ട്, ഉബാബിൽ പറഞ്ഞിട്ടുണ്ട്. ധാരാളം ഫിഖിൻ്റെ കിതാബിലുണ്ട് അത്. അതുപോലെ മറ്റൊരു ദുആഉൽ ഇഫ്തിതാഹാണ്, ലളിത ദുആഉൽ ഇഫ്തിതാഹാണ്. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക വതബാറക സ്മുക വതആല ജദ്ദുക വലാ ഇലാഹ ഗൈറുക. അതുവരെയുണ്ട്. വലാ ഇലാഹ ഗൈറുക അതുവരെ ചൊല്ലണം. ഇത് ഹനഫിയത്തിൻ്റെയും ഹംബലിയത്തിൻ്റെയും വജ്ജത്തുമാണ്, ദുആഉൽ ഇഫ്തിതാഹാണ്. അവർ ഇങ്ങനെ ചൊല്ലാറുള്ളത്. അവരുടെ ഏറ്റവും ശ്രേഷ്ഠ ഇത് ചൊല്ലലാണ്. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക വതബാറക സ്മുക വതആല ജദ്ദുക വലാ ഇലാഹ ഗൈറുക. ഇതിൽ നിന്നൊന്നും മുറിച്ചെല്ലാൻ പാടില്ല, ഇതൊന്നായിട്ട് ചെല്ലണം. എന്നാലേ ആ കറാഹത്ത് കൂടുക, പുണ്യം കിട്ടും. പിന്നെ മറ്റൊന്നാണ് അല്ലാഹു അക്ബർ. ഇപ്പം ഞാൻ സുബ്ഹാനകല്ലാഹുമ്മ എന്ന് പറഞ്ഞത് ആദ്യം പറഞ്ഞ അൽഹംദുലില്ലാഹി എന്ന് പറഞ്ഞതിനേക്കാൾ കുറച്ച് വലുതാണ്. എന്നാൽ സാധാരണ ചൊല്ലാറുള്ളതിനേക്കാൾ ലളിതാണ്. വേറൊന്നാണ് അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറ വസുബ്ഹാനല്ലാഹി ബുക്റതൻ വഅസീല. ഇത് നമ്മൾ സാധാരണ ചൊല്ലാറുള്ള ദിക്റാണ്. ഇത് ചൊല്ലിയാലും ഇതും വജ്ജത്തുവിൻ്റെ സ്ഥാനത്ത് ദുആഉൽ ഇഫ്തിതാഹായി വാരിദായ ദിക്ർ തന്നെയാണ്. ഇതും പറ്റുമെന്ന് മജ്മൂഇലും നിഹായത്തുൽ മുഹ്താജിലും ഉബാബിലും മറ്റു പല കിതാബിലും ഇതുണ്ട്. വേറെ ഒരു വജ്ജത്തുവിൻ്റെ ദിക്റാണ് സ്വന്തം വന്നത്. അല്ലാഹുമ്മ ബാഇദ് ബൈനി വബൈന ഖത്വായായ കമാ ബഅദത ബൈനൽ മശ്രിഖി വൽ മഗ്രിബ്. അല്ലാഹുമ്മ നഖ്നി മിനൽ ഖത്വായ കമാ യുനഖ്ഖ അസ്സൗബുൽ അബീദു മിനദ് ദനസ്. അല്ലാഹുമ്മ ഇഗ്സിൽ ഖത്വായായ ബിൽ മാഇ വസ്സൽജി വൽ ബറദ്. ഈ ദിക്റാണ്, ഈ ദുആഉൽ ഇഫ്തിതാഹാണ് ബുഖാരി മുസ്ലിം സംയുക്തമായിട്ട് റിപ്പോർട്ട് ചെയ്ത ദുആഉൽ ഇഫ്തിതാഹ്. ബുഖാരിയിൽ വജ്ജഹത്തു വജ്ഹിയലില്ലതില്ല, അത് മുസ്ലിമിലുള്ളതാണ്. ബുഖാരിയിലുള്ളത് ഇപ്പോൾ ഞാൻ പറഞ്ഞതാണ്. ഇതും നമ്മൾ സാധാരണ ചൊല്ലാറുള്ള വജ്ജഹത്തു വജ്ഹിയലില്ലതിൻ്റെ അത്ര ഇല്ല, അതിനോടടുത്ത് നിൽക്കുന്ന ഒരു ദുആഉൽ ഇഫ്തിതാഹാണ്. ഇത് മജ്മൂഇലുണ്ട്, നിഹായിലുണ്ട്, ഈ ആബിലുണ്ട് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വേറൊരു വജ്ജത്തുണ്ട്, അത് സാധാരണ നമ്മൾ കൊണ്ടുവരാറുള്ള വജ്ജത്തുവിൻ്റെ അത്ര ഉണ്ട്. അത് നമ്മൾ പുതിയതാണ്, നമുക്കത് സാധാരണ നമ്മൾ ചൊല്ലാറില്ലാത്ത ഒരു പ്രയാസം തോന്നുന്ന ഒരു ദുആഉൽ ഇഫ്തിതാഹാണ്. ലളിതല്ല, എന്നാലും ഞാനത് പറയാം. അല്ലാഹുമ്മ അൻതൽ മലികു ലാ ഇലാഹ ഇല്ലാ അൻത റബ്ബി വഅന അബ്ദുക ളലംതു നഫ്സി വഅതറഫ്തു ബിദംബി ഫഗ്ഫിർ ലി ദുനൂബി ജമീഅ ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത വഹ്ദിനി ലി അഹ്സനിൽ അഖ്ലാഖ് ലാ യഹ്ദി ലി അഹ്സനിഹാ ഇല്ലാ അൻത വസ്രിഫ് അന്നി സയ്യിഅഹാ ലാ യസ്രിഫു അന്നി സയ്യിഅഹാ ഇല്ലാ അൻത ലബ്ബൈക വസഅദൈക വൽ ഖൈറു കുല്ലുഹു ഫി യദൈക വശ്ശറു ലൈസ ഇലൈക അന ബിക വഇലൈക തബാറക്ത റബ്ബനാ വതആലൈത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. ഇങ്ങനെ ചൊല്ലിയാൽ മതിയെന്ന് നമ്മളെ ഷിർബീനി, മുഹമ്മദ് ഷിർബീനി റഹിമഹുല്ല മുഗ്നിൻ്റെ മുസന്നിഫ് ശറഹു തംബീഹിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നിഹായത്തു സൈനിലും ഉണ്ട്, പലയിടത്തും ഉണ്ട്. ഇവിടൊക്കെ ശ്രദ്ധേയ ഒരു വിഷയം നമ്മൾ നേരത്തെ പറഞ്ഞത് അല്ലാഹുമ്മ ബാഇദ് ബൈനി വബൈന ഖത്വായ, ഇപ്പോൾ പറഞ്ഞത് കമാ ബഅദത ബൈനൽ മശ്രിഖി വൽ മഗ്രിബ്, അതൊരു ദുആ ആണല്ലോ. മറ്റൊരു അതിൻ്റെ കൂടെയുള്ളൊരു ദുആ അല്ലാഹുമ്മ നഖ്നി മിനൽ ഖത്വായ. വജ്ജത്തുവിൻ്റെ ഓരോ രീതി പറഞ്ഞപ്പോൾ ഈ പറഞ്ഞ മഹാന്മാരെല്ലാം ആ ദുആ 3 ദുആ കൂടിയത് ഒന്നായിട്ടാണ് പറഞ്ഞത്. എന്താ എൻ്റെ പൊരുള്? ഹദീസ് നമ്മൾ നോക്കുമ്പോൾ ആ ഹദീസിൽ ആ ദുആ ഒന്നായിട്ടാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഫുഖഹായി ആ 3 ദുആ ഒരൊറ്റ വജ്ജത്തായിട്ട് അവർ പറഞ്ഞിട്ടുള്ളൂ. ആ 3 ദുആനെ 3 കഷ്ണമായിട്ട് പോലും ആരും ഫുഖഹാ ആരും പറഞ്ഞില്ല. ഇപ്പം നമ്മൾ അവസാനം പറഞ്ഞ അല്ലാഹുമ്മ അൻതൽ മലികു എന്ന ദുആ അത് ഒന്നായിട്ട് ഒറ്റ ദുആ ആയിട്ടാണ് പറഞ്ഞത്. അത് പല ഭാഗത്തും കഷ്ണിച്ചുകൊണ്ട് ഇങ്ങനെ മതി ഇത് മതി എന്ന് അവരാരും പറഞ്ഞില്ല. അതാണ് ഇമാം ഷാഫി നേരത്തെ ഉമ്മിൽ പറഞ്ഞത്, ഹദീസുൽ വാരിദായ ദിക്റിനെ സിയാദത്താക്കലും ഞാൻ കറാത്താക്കുന്നുണ്ട്, അത് കറാത്താണ്, അത് ചുരുക്കലും കറാത്താണ് എന്ന് പറഞ്ഞത്. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക എന്ന് മാത്രം മതിയാകുമോ? അതാ പിന്നെ വലിയൊരു പ്രശ്നമുള്ള കാര്യം. ഇവിടെ പലരും
വജ്ജഹത്തൂന് പകരം സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക എന്ന് മാത്രം ചൊല്ലിയാൽ തന്നെ വജ്ജഹത്തുൻ്റെ കറാത്ത്, വജ്ജഹത്ത് ഒഴിവാക്കിയതിലുള്ള കറാത്ത് ഒഴിവാകും, വജ്ജഹത്തുൻ്റെ സ്ഥാനത്തത് നിൽക്കും എന്ന് പറയുന്നുണ്ട്. വാസ്തവത്തിൽ അത് ശരിയല്ല. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക മാത്രം മതി, അതുകൊണ്ട് വജ്ജഹത്ത് വീടും വജ്ജഹത്തിൻ്റെ സുന്നത്ത് കിട്ടുമെന്നോ അല്ലെങ്കിൽ കറാത്ത് വീടുമെന്നോ ഫുഖഹാ പറഞ്ഞിട്ടില്ല, ഹദീസിൽ അങ്ങനെ വന്നിട്ടുമില്ല. അദ്കാറിൽ അങ്ങനെ ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ടല്ലോ. അദ്കാറിൽ അങ്ങനെ ഉണ്ട് എന്ന് പറയുന്നത് ഒരു തെറ്റിദ്ധാരണയാണ്. അദ്കാറിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. അദ്കാറിൽ ഉണ്ട് എന്നുള്ള നിലക്കാണ് ചിലർ ആ വിഷയം ഉദ്ധരിക്കുന്നത്. അദ്കാറിലുള്ളത് എന്താ? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്കാറിൽ വജ്ജഹത്തുവിനെ കുറിച്ചുള്ള ഹദീസുകൾ രണ്ടാക്കി തിരിച്ചു. ഒന്ന് സ്വഹീഹായ ഹദീസിൽ വന്നത്, ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലിയതായി സ്വഹീഹായ ഹദീസിലൂടെ വന്നത്. മറ്റേത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലിയതായി സ്വഹീഹ ഹദീസിൽ വന്നിട്ടില്ല, സ്വഹാബത്ത് നിന്ന് ചിലർ ചൊല്ലിയതായി സ്വഹീഹ ഹദീസ് വന്നു. ഇങ്ങനെ രണ്ടായി തിരിച്ചിട്ടുണ്ട് അദ്കാറിൽ. അത് മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലിയതായിട്ട് തന്നെ സ്വഹീഹ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട ധാരാളം ദുആഉൽ ഇഫ്തിതാഹിനെ ഒറ്റ ചരടിൽ കോർത്തിട്ട് ഇമാം നവവി പറയാണ്, തക്ബീറത്തുൽ ഇഹ്റാമിൻ്റെ ശേഷം കസീറായ സ്വഹീഹായ ഹദീസ് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം നാം വീക്ഷിക്കുമ്പോൾ അത് മൊത്തത്തിൽ ഒറ്റ ദുആഉൽ ഇഫ്തിതാഹായി ചൊല്ലലാണ് ഏറ്റവും നല്ലത് എന്ന് മനസ്സിലാകുന്നു എന്ന് പറഞ്ഞ് ഒറ്റ ചരടിൽ കോർത്തിട്ട് ഇമാം നവവി അത് കൊണ്ടുവന്നിട്ടുണ്ട്. അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറ വസുബ്ഹാനല്ലാഹി ബുക്റത്തൻ വഅസീല, അങ്ങനെയാണ് തുടങ്ങുന്നത്. അതൊരു വജ്ജഹത്തുമാണ്, അത് ഒറ്റക്കളർ വജ്ജഹത്തുമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ വജ്ജഹത്ത് വജിഹിയ ലില്ലദി അത് കൊണ്ടുവന്നു. അതൊരു ഹദീസിൽ വാനമിനൽ മുസ്ലിമീൻ അവിടെ അവസാനിക്കുന്നു. പിന്നെ വേറൊരു അല്ലാഹുമ്മ അൻതൽ മലിക്കു അത് കൊണ്ടുവന്നു. അത് അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക എന്ന് പറഞ്ഞ ഷാഫിമാ ഉമ്മൽ ഉദ്ധരിച്ചതാണത്, അവിടെ അവസാനിക്കുന്നു. അതിൻ്റെ ശേഷം അല്ലാഹുമ്മ ബായിദ് ബൈനിയോ ബൈന ഖത്വായ ആ ദിക്ർ ഫുള്ള് നബിമാൻ കൊണ്ടുവന്നു. അത് ബിസ്സൽജി വൽ മാഇ വൽ ബറദി അവിടെയാണ് അത് അവസാനിക്കുന്നത്. ഇത്രയും ദുആകളാണ് സ്വഹീഹ ഹദീസിലൂടെ മുത്തനബി ചൊല്ലിയതായിട്ട് സ്ഥിരപ്പെട്ടിട്ടുള്ളത്. ഇതെല്ലാം ചൊല്ലൽ ഫകുല്ലു ഹാദൽ മദ്കൂർ സാബിത്തും ഫി സ്വഹീഹി അൻ റസൂലില്ലാഹ്, റസൂലുള്ളാഹി ചൊല്ലിയതായിട്ട് സ്ഥിരപ്പെട്ടിട്ടുണ്ട്, ഇത് ചൊല്ലൽ സുന്നത്താണ് എന്ന് പറഞ്ഞു. അതിന് ശേഷം പിന്നെ നബിമാ പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലിയതായി സ്ഥിരപ്പെട്ടിട്ടില്ല, മറിച്ച് ദുർബലമായ ഹദീസിലൂടെ ആയിഷ ബീവിയിൽ നിന്നൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസുണ്ട്, അത് പറഞ്ഞു. അതാ പിന്നെ വജാഅ ഫിൽ ബാബി അഹാദീസു ഉഖർ മിന്ന ഹദീസു ആയിഷത കാന നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഇഫ്തതഹ സ്വലാത്ത ഖാല, നിസ്കാരം തുടങ്ങുമ്പോൾ എങ്ങനെ പറയും? സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക വതബാറക ഇസ്മുക വതആല ജദ്ദുക വലാ ഇലാഹ ഗൈറുക. ഇങ്ങനെ മുത്തനബി. ഇതാണ് ഹനഫിയത്ത് പറയുന്ന, അബൂ ഹനീഫ ഇമാമൊക്കെ പറയുന്ന വജ്ജത്ത്. അത് ലഈഫാണ് എന്നാണ് ഷാഫിയത്ത് പറഞ്ഞത്. പക്ഷേ ഹനഫി മദ്ഹബിൻ്റെ ഖായിദ തന്നെ ലഈഫ് കൊണ്ട് സുന്നത്ത് സ്ഥിരപ്പെടുന്ന, ലഈഫ് ഹദീസ് കൊണ്ട് സുന്നത്ത് സ്ഥിരപ്പെടുത്താൻ പറ്റും എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അവർ ഈ ഹദീസ് കൊണ്ട് പറഞ്ഞു, ഈ ലഈഫ് ഹദീസ് ഉള്ളത് കൊണ്ട് തന്നെ ഇതാണ് വജ്ജത്ത് ഏറ്റവും നല്ലത് എന്ന് അവർ പറഞ്ഞത്. റവാഹു തുർമുദിയു അബൂദാവുദ വബ്നു മാജ ബി അസാനീദ് ലഈഫ. കുറേ റിപ്പോർട്ടർമാരെ പറഞ്ഞിട്ട് ഇതൊക്കെ അതാണ് ലഈഫായ റിപ്പോർട്ടാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞു ഖാലൽ ബൈഹഖിയു. നഈമ പറയാണ് അദ്കാറിൽ ഖാലൽ ബൈഹഖി, ഇതാണ് തെറ്റിദ്ധാരണയ്ക്ക് ഇട വരുത്തിയത്. ഖാലൽ ബൈഹഖിയു വ റുവിയൽ ഇസ്തിഫ്താഹു ബി സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അൻ ഇബ്നു മസ്ഊദിൻ മർഫൂഅ വഅൻ അനസിൻ മർഫൂഅ വകുല്ലുഹാ ലഈഫത്തുൻ വഅസഹ്ഹു മാ റുവിയ ഫീഹി അൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ثم رواه بإسناده عنه أنه كبر ثم قال سبحانك اللهم وبحمدك تبارك اسمك وتعالى جدك ولا إله غيرك. ഇതാണ് തെറ്റിദ്ധാരണയ്ക്ക് ഇടവരുത്തിയത്. വാസ്തവത്തിൽ ഇത് ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. ഇസ്തിഅജാലി എന്നാണ് ഇതിന് മുഹശ്ശികളൊക്കെ പ്രയോഗിക്കുന്ന സാങ്കേതിക പ്രയോഗം. ഇസ്തിഅജാല്, ഇസ്തിർവാഹി എന്നും പറയും. അത്ര മതി എന്ന് വിചാരിച്ചുള്ളൊരു നോട്ടം. അങ്ങനെ നോക്കുമ്പോഴാണ് ഈ അബദ്ധത്തിൽ പോയി വീഴുക. ഖാലൽ ബൈഹഖിയു വ റുവിയൽ ഇസ്തിഫ്താഹു ബി സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക.
അതുകൊണ്ടുള്ള ഇസ്തിഫ്താഹിനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇബ്നു മസ്ഊദിൻ മർഫുഅ, ഇബ്നു മസ്ഊദിൽ നിന്ന് മർഫുആയിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്ത് മനസ്സിലാക്കി? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മുത്തനബി ചൊല്ലിയതായിട്ട് തന്നെ സുബ്ഹാനക്കല്ലാഹു വബിഹംദിക്കാന്ന് മുത്തനബി ചൊല്ലിയതായിട്ട് ഹദീസ് ഉണ്ട് എന്ന് ബൈഹഖി പറഞ്ഞിങ്ങനെ ഇബ്നു മസ്ഊദിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് അർത്ഥം എന്ന് വെച്ചു. അത് ശരിയല്ല, അങ്ങനല്ല അതിൻ്റെ അർത്ഥം, അതല്ല. അതുപോലെ വാൻ അനസി മർഫു, അനസ് റളിയല്ലാഹുവും അങ്ങനെ റസൂലുള്ളാഹി ചൊല്ലിയതായിട്ട് സുബ്ഹാനക്കല്ലാഹു വബിഹംദിക്കാൻ ചൊല്ലിയതായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നതിൻ്റെ അർത്ഥം ഓല് വെച്ച അർത്ഥമാണത്. അങ്ങനെ ആകുമ്പോൾ പിന്നെ ശേഷം പറയുന്നുണ്ട് വസഹുമാ റുബിയ ഫീഹി, അതിൽ റിപ്പോർട്ട് ചെയ്ത് വെച്ച് ഒക്കെ ലൈഫാണ്, ഉള്ളതിൽ നല്ലത് എന്നാണ് പറയണത്. ഉള്ളതിൽ നല്ലത് എന്നാണ്, ലൈഫല്ല എന്ന് വരൂല എന്നാ. അത് ഖുർദിമാമ് വിശദമായിട്ട് പറയുന്നുണ്ട് കാശിഫുൽ ഇസാമിൽ. അസഹുമാ വറദ ഫീഹി എന്ന് പറഞ്ഞതുകൊണ്ട് ഹദീസ് സ്വഹിയാന്ന് വരൂല. ഇപ്പം ഹദീസ് പിന്നെ സുമ്മ റവാഹു ബി ഇസ്നാദിഹി അന്നു, എന്താണ് അസഹുമാ വറദ ഫീഹി? ഉമർ റളിയല്ലാഹു അൻഹു ചൊല്ലിയതായിട്ടാണ് പറഞ്ഞ ഹദീസാണ് വന്നതിൽ ഏറ്റവും നല്ല ഹദീസ്. അതെന്താണ്? സുബ്ഹാനക്കല്ലാഹു വബിഹംദിക തബാറക സ്മുക വതആല ജദ്ദുക വലാ ഇലാഹ ഗൈറുക. കണ്ടോ, അവിടെ ഫുള്ളുണ്ട്, സുബ്ഹാനക്കല്ലാഹു വബിഹംദിക അല്ല. അപ്പോൾ ബൈഹഖി പറഞ്ഞു സുബ്ഹാനക്കല്ലാഹു വബിഹംദിക എന്ന് പറഞ്ഞതുകൊണ്ട് ഉള്ള ഇസ്തിഫ്താഹ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇബ്നു മസ്ഊദിൽ നിന്ന് ബൈഹഖി പറഞ്ഞു എന്നുള്ള ആ പരാമർശമാണ് ഇവർ തെറ്റിദ്ധരിക്കാൻ കാരണമായത്. അദ്കാറിൽ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? അദ്കാറിൽ ഇപ്പോൾ ഈ സുബ്ഹാനക്കല്ലാഹു വബിഹംദിക എന്ന് ബൈഹഖി റിപ്പോർട്ട് ചെയ്തു എന്ന് ആ പറഞ്ഞതിൻ്റെ അർത്ഥം അതുകൊണ്ട് ഒരു തെറ്റിദ്ധരിക്കാൻ കാരണമായി എന്ന് പറഞ്ഞില്ല നമ്മൾ. അത് പിന്നെ എന്താ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, ദുആഉൽ ഇഫ്തിതാഹിനെ കുറിച്ച് പറയുമ്പോൾ രണ്ട് വാക്ക് ഇമാമിയങ്ങളടിയിൽ മഷൂറ രണ്ട് വാക്കുണ്ട്. ഒന്ന് വജ്ജഹത്തു ഓതുക എന്നറിയും, അത് ഷാഫിയ്യത്തിൻ്റെ അടുത്തുള്ളതായതുകൊണ്ട്. മറ്റൊരു പ്രയോഗം സുബ്ഹാനക്കല്ലാഹു ചൊല്ലുക എന്നറിയും. സുബ്ഹാനക്കല്ലാഹു ചൊല്ലി റസൂലുള്ളാഹി ചൊല്ലി, അല്ലെങ്കിൽ സുബ്ഹാനക്കല്ലാഹു പിന്നെ റിപ്പോർട്ട് ചെയ്തു എന്ന് മുഹദ്ദിസീങ്ങളും അത് സൂചിപ്പിച്ചിട്ട് പറയാണ്. ഫുള്ള് അത് ആദ്യം പറഞ്ഞിട്ടുണ്ടാവും ആ സംഭവം. പിന്നെ അധ്യായം വിടുമ്പോഴോ അല്ലെങ്കിൽ ഹദീസിനെ പറ്റി വ്യാഖ്യാനിക്കുമ്പോഴോ ഒക്കെ എന്ത് പറയും? സുബ്ഹാനക്കല്ലാഹുമ്മ എന്നുള്ള റിപ്പോർട്ട് എന്ന് പറയും. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക, അല്ലെങ്കിൽ വെറും സുബ്ഹാനക്കല്ലാഹുമ്മ എന്നുള്ള റിപ്പോർട്ട്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ വജ്ജഹത്തു ഇമാം മുർത്തള സബീരി തങ്ങൾ ഈ വിഷയം ഇത്തിഹാഫ് സാദത്തുൽ മുത്തഖീൻ ബിഷർഹി ഇഹ്യാ ഉലൂമുദ്ദീൻ, ഇഹ്യാ ഉലൂമുദ്ദീൻ്റെ ഷർഹിൽ അവർ ഹനഫി മദ്ഹബുകാരനാണല്ലോ, അവർ പറയുന്നുണ്ട് ദുആഉൽ ഇഫ്തിതാഹിനെ പറ്റി. ഇഹ്യാ ഉലൂമുദ്ദീൻ പറഞ്ഞെടുത്ത് ദുആഉൽ ഇഫ്തിതാഹിൽ രണ്ട് ദിക്ർ വന്നിട്ടുണ്ട്. വയുത്ലഖു ദുആഉൽ ഇഫ്തിതാഹി എന്ന് പറയും അലാ കുല്ലി വാഹിദി മിന ദിക്റൈനി, രണ്ട് ദിക്റിന് ഓരോന്നിനും വജ്ജഹത്തു, ഒന്ന് വജ്ജഹത്തു ഓ സുബ്ഹാനക്കല്ലാഹുമ്മ, കണ്ടോ വജ്ജഹത്തു സുബ്ഹാനക്കല്ലാഹുമ്മ. അത് വജ്ജഹത്തു എന്ന് പറഞ്ഞത് പിന്നെ ഫാത്തിഹ ഓതാന്നല്ല പറയണത്. വജ്ജഹത്തു എന്ന ദിക്റ്, സുബ്ഹാനക്കല്ലാഹുമ്മ എന്ന ദിക്റ്, ഈ രണ്ട് ദിക്റുകൾക്കാണ് പിന്നെ ദുആഉൽ ഇഫ്തിതാഹ് എന്ന് പറയുന്നത്. വജ്ജഹത്തു എന്ന് പറയൽ ആരാണ്? ഷാഫിയ്യത്താണ്. സുബ്ഹാനക്കല്ലാഹുമ്മ എന്ന് പറയുന്നത് ആരാണ്? അത് ഹനഫിയത്തും ഹനാബിലത്തുമാണ്. ഇതാണ് ആ പറഞ്ഞതിൻ്റെ ഉദ്ദേശ്യം. അങ്ങനെ ബൈഹഖി ഇമാം അത് തന്നെയാണ് ഉദ്ദേശിച്ചത്, വേറെ ഒന്നുമല്ല എന്നുള്ളതിന് വളരെ വ്യക്തമാണ്. ബൈഹഖി ഇമാം എവിടെ ഇത് പറഞ്ഞത്? ഖാലുൽ ബൈഹഖിയ്യു എന്നാണ് നൈവിമ പറയുന്നത്. ഈ ഖാലുൽ ബൈഹഖിയ്യു എന്ന് പറഞ്ഞിട്ട് ശേഷമുള്ളതൊക്കെ ബൈഹഖിയിലുള്ളതാണ്. ഇബ്നു മസ്ഊദിൽ നിന്ന് ബൈഹഖി റിപ്പോർട്ട് ചെയ്ത് എവിടെ? ബൈഹഖി ഇമാമിൻ്റെ ഏത് കിതാബ് എടുത്തു നോക്കിയാലോ ബൈഹഖി ഇമാമിന് ഹദീസിൻ്റെ കിതാബിൽ പിന്നെ കിതാബറ്റ് അറിയപ്പെട്ട ഏത് കിതാബ് എടുത്തു നോക്കിയാലും ബൈഹഖി ഇമാം സുബ്ഹാനക്കല്ലാഹു വബിഹംദിക മാത്രം പറഞ്ഞതായിട്ട് ഒരു കിതാബിലും കാണൂല. ബൈഹഖി ഇമാം ഇത് പറഞ്ഞിട്ടുള്ളത് സുനനുൽ കുബ്രിയിലാണ്. ഈ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും സുനനുൽ കുബ്രിയിൽ ഞാൻ കാണിച്ചു തരാം. അത് സുനനുൽ കുബ്രിയിലാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ പറഞ്ഞിട്ടുള്ളത് ബാബുൽ ഇസ്തിഫ്താഹി ബി സുബ്ഹാനക്കല്ലാഹു വബിഹംദിക എന്ന ഹെഡിങ് ഇട്ടിരിക്കുന്നത്. ആ ഹെഡിങ് ഇട്ടിട്ട് നൈവി ഇമാം ഇവിടെ പറഞ്ഞ സുബ്ഹാനക്കല്ലാഹു വബിഹംദിക തബാറക സ്മുക വതആല ജദ്ദുക വലാ ഇലാഹ ഗൈറുക എന്ന് ഹനഫിയത്തും ഹനാബിലത്തും പറയുന്ന ആ വജ്ജഹത്തിൻ്റെ രീതി അതവിടെ ധാരാളം ഹദീസ് ഉദ്ധരിച്ചിട്ട് അത് വിവരിച്ചിട്ടുമുണ്ട്. അത് ലൈഫ് എന്നൊക്കെ പറയുന്നുണ്ട് സുനനുൽ കുബ്രിയിൽ ഇമാം ബൈഹഖി റഹിമഹുല്ലാ. അതുകൊണ്ട് നവി ഇമാം അവിടെ ഉദ്ദേശിച്ചത്
അതൊരു സൂചനയാണ്, സൂചകവാക്കാണ്. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക എന്നുള്ള സൂചകവാക്കാണ്. അല്ലെങ്കിൽ തെളിയിക്കണം, അല്ല സൂചകവാക്കല്ല അത് മാത്രമാണെന്ന് പറയുമ്പോൾ ബയ്യഖ് ഇമാം അങ്ങനെ പറഞ്ഞതായിട്ട് തെളിയിക്കണം. ബയ്യഖ് ഇമാം എവിടെയാണ് പറഞ്ഞിട്ടില്ല. ബയ്യഖ് ഇമാം പറഞ്ഞതും ഇവിടെ ഇബ്നു മസ്ഊദ് റിപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞതും വ്യക്തമാണ് സുനനുൽ കുബ്രയിൽ. അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തു എന്നതും വ്യക്തമാണ് സുനനുൽ കുബ്രയിൽ. അസഹ്ഹു മാ റുവിയ ഫീഹി എന്ന് പറഞ്ഞത് അതും ബയ്യഖ് ഇമാം പറഞ്ഞേനെ. അതൊക്കെ ഞാൻ കാണിച്ചു തരാം, അത് സുനനുൽ കുബ്രയിലുള്ള വിഷയമാണ്. അതിനെന്താണ് തെളിവ്? തെളിവ് നഈം ഇമാം അദ്കാല പറഞ്ഞതിന് തെളിവ്, ഒരു പ്രധാനപ്പെട്ട തെളിവ് നമുക്ക് സുനനുൽ കുബ്ര നോക്കണം. സുനനുൽ കുബ്ര നമുക്ക് പറയാം. അതിൻ്റെ മുമ്പായിട്ട് ഇമാം നബവി ഷർഹുൽ മുഹദ്ദബിൽ നഈം ഇമാമാണ് അദ്കാൽ പറഞ്ഞത്. അദ്കാലിൽ നഈം ഇമാം ഈ പറഞ്ഞ വിഷയം ഷർഹുൽ മുഹദ്ദബിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ഷർഹുൽ മുഹദ്ദബിൽ പിന്നെ സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക എന്നുള്ളത് ലഈഫായ ഹദീസിലെങ്കിലും സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക എന്ന് മാത്രമുണ്ട് എന്ന് നഈം ഇമാം മജ്മൂഇൽ പറഞ്ഞോ? ഇല്ല. നഈം ഇമാം പറഞ്ഞത് റുവിയൽ ഇസ്തിഫ്താഹു ബി സുബ്ഹാനക വബിഹംദിക, സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക ഉദ്ദേശിച്ചത് അത് സുബ്ഹാനക്കല്ലാഹുമ്മ പോയതായിരിക്കും. സുബ്ഹാനക വബിഹംദിക എന്നുള്ളത് ജമാഅത്തു മിന സ്വഹാബ, ഒരു കൂട്ടം സ്വഹാബത്ത് അങ്ങനെ റവൽ ഇസ്തിഫ്താഹ റിപ്പോർട്ട് ഉണ്ട്. വഹദീസു കുല്ലുഹ ലൈഫ, അത് ഹനഫിയത്തിൻ്റെതാണ്, അതൊക്കെ ലൈഫാണ്. ഖാലൽ ബൈഹഖി വഗൈറു അസഹു മാഫിയ അൽ അസറുൽ മൗഖൂഫ് അല ഉമറ. എന്നിട്ട് എന്താണ് അതിന് തെളിവിത പറയുന്നത്? സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു കൂട്ടം ആളുകൾ റിപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞത് ഏതാണത്? ഇതാ പറയണേ, അന്നഹു ഹീന ഇഫ്തതഹ സ്വലാത്ത ഖാല അല്ലാഹു സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക വതബാറക ഇസ്മുക വതആല ജദ്ദുക വലാ ഇലാഹ ഗൈറുക. അതാ റിപ്പോർട്ട് ചെയ്തത് ആര്? നബവി ഇമാം. പിന്നെ പറഞ്ഞു വറവാഹുൽ ബൈഹഖി ബി ഇസ്നാദിഹി സ്വഹീഹി അൻ ഉമറ മുത്തസില, ഉമർ റളിയല്ലാഹുവിൽ നിന്ന് മുത്തസിലായിട്ട് ഈ ഹദീസ് സ്വഹീഹാണ്. പക്ഷെ റസൂലുള്ള ചൊല്ലിയതായിട്ട് ലഈഫ് എന്നാണ് പറയുന്നത്. റസൂലുള്ള ചൊല്ലിയതായിട്ട് സ്ഥിരപ്പെട്ടിട്ടില്ല എന്നാണ് നഈം ഇമാം പറയണത്, ഷാഫി ഫിഖ്ഹാവ് പറയണത്. ഉമർ റളിയല്ലാഹു ചൊല്ലിയതായിട്ട് ബൈഹഖി ഇമാം സ്വഹീഹ സനദിലൂടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ശേഷം പറഞ്ഞു വഖാല ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു വബ്നു മസ്ഊദ് വൽ ഔസാഇയു വസൗരിയു വഅബൂ ഹനീഫ, ഇമാം സൗരി, അബൂ ഹനീഫ ഇമാം, വസ്വഹാബു ഇസ്ഹാഖ് ഇബ്നു റാഹുവൈ വദാവൂദു റളിയല്ലാഹു അൻഹു, ഈ മഹാന്മാരൊക്കെ പറഞ്ഞു യസ്തഫ്തിഹു ബി സുബ്ഹാനക്കല്ലാഹുമ്മ ഇലാ ആഖിരി, തൊട്ട് അപ്പുറത്ത് പറഞ്ഞ വബിഹംദിക വതബാറക ഇസ്മുക വതആല ജദ്ദുക വലാ ഇലാഹ ഗൈറുക, അത് ചൊല്ലണം. വലാ യതി ബി വജ്ഹതു വജ്ഹിയ, വജ്ഹതു വജ്ഹിയ അല്ല ചൊല്ലേണ്ടത് എന്ന് പറഞ്ഞ് എന്നിട്ട് പറയാണ്. ഇതാര് പറഞ്ഞു? ഹനഫിയത്തും മറ്റുള്ളവരൊക്കെ പറഞ്ഞതാ. എന്നിട്ട് പറഞ്ഞു ദലീലുന, ഷാഫിയ്യത്തിൻ്റെ ദലീല് അന്നാ ഖദ്ദംന അന്നഹു ലം യസ്ബുത്ത് അനിൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ഇസ്തിഫ്താഹി ബി സുബ്ഹാനക്കല്ലാഹുമ്മ, സുബ്ഹാനക്കല്ലാഹുമ്മ എന്ന് മുത്തനബി ചൊല്ലിയതായിട്ട് ഷൈഉൻ ഒന്നും സ്ഥിരപ്പെട്ടിട്ടില്ല. വസബത വജ്ഹതു വജ്ഹിയ, വജ്ഹതു വജ്ഹിയാണ് സ്ഥിരപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ചുരുക്കത്തിൽ നബവി ഇമാം പിന്നെ ഷർഹുൽ മുഹദ്ദബിലും അദ്കാറിലും പറഞ്ഞതിൻ്റെ ചുരുക്കം സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക വതആല ജദ്ദുക തബാറക ഇസ്മുക എന്ന് പറഞ്ഞ ആ ദിക്ർ, വജ്ഹത്തുവിൻ്റെ ദിക്ർ, അത് റസൂലുള്ളാഹി ചൊല്ലിയതായിട്ട് സ്ഥിരപ്പെട്ടിട്ടില്ല. ഉമർ റളിയല്ലാഹു അൻഹു ചൊല്ലിയതായിട്ട് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. റസൂലുള്ളാഹി ചൊല്ലിയതായിട്ട് സ്ഥിരപ്പെട്ടിട്ടുള്ള ദിക്ർ വേറെ ചിലതാണ്, വജ്ഹത്തു എന്നുള്ളത് അതിൽപ്പെട്ടതാണ് എന്നാണ് ഇമാം നബവി അദ്കാറിലും ഷർഹുൽ മുഹദ്ദബിലും പറഞ്ഞു. രണ്ട് കിതാബിലും ഇമാം നബവി സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക മാത്രം സ്ഥിരപ്പെട്ടിട്ടുണ്ട്, ലൈഫായിട്ട് പോലും വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. ബൈഹഖി ഇമാമിൻ്റെ പ്രസ്താവന എവിടെയാണ്? ബൈഹഖി ഇമാമിൻ്റെ പ്രസ്താവന അസുനനുൽ കുബ്ര എന്ന് പറഞ്ഞ സുപ്രസിദ്ധമായ ഗ്രന്ഥം, അതിൽ ബാബുൽ ഇസ്തിഫ്താഹി ബി സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക, സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക കൊണ്ട് തുടങ്ങാം. ഇതൊരു സൂചക ഭാഷയാണ്. നബവി ഇമാം അദ്കാറിൽ പറഞ്ഞതും ഒരു സൂചക ഭാഷയാണ്. എന്നാൽ സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക തുടങ്ങുന്ന ആ റിപ്പോർട്ടുണ്ടല്ലോ, ആ വജ്ഹത്തു, ഹനഫിയത്തിൻ്റെ വജ്ഹത്തു, അതിൻ്റെ ഒരു സൂചക ഭാഷയാണ് എല്ലാവരും ഉപയോഗിക്കുന്നത്. ഹദീസിൻ്റെ എത്രയോ കിതാബിൽ ഇങ്ങനെ സൂചക ഭാഷ ഉപയോഗിച്ചിട്ടുണ്ട്, പരിശോധിച്ചാൽ അറിയാൻ കഴിയും. ഇവിടെ കണ്ടോ സുനനുൽ കുബ്രയിൽ ബൈഹഖി ഇമാം ഹെഡിങ് ഇട്ടത് എന്താ? ബാബുൽ ഇസ്തിഫ്താഹി ബി സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക എന്നാണ്. ഹദീസ് പറയുന്നത് അതാണോ? ഹദീസ് പറയുന്നത് അത് ഫുള്ളാണ്. അപ്പോൾ അതാ ഉദ്ദേശം. ഇത് ഉദ്ദേശിച്ചിട്ടാണ് നബവി ഇമാം ഖാലൽ ബൈഹഖി എന്ന് അദ്കാറിൽ പറഞ്ഞത്. അല്ലാതെ
അദ്കാറിൽ വെറും സുബ്ഹാനക അല്ലാഹുമ്മ എവിടെയും പറഞ്ഞു കാണൂല. ഹദ്ദസന തുൽഖ് ബിൻ ഖന്നാം എന്ന് പറഞ്ഞിട്ട് അവസാനം അൻ ആയിഷത റളിയല്ലാഹു അൻഹ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് ലൈഫ് എന്ന് പറയുന്നുണ്ട്. ഇദസ്തഫ്ത സ്വലാ നിസ്കാരം തുടങ്ങിയാൽ സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക വ തബാറക ഇസ്മുക വ തആല ജദ്ദുക വലാ ഇലാഹ ഗൈറുക എന്ന് പറയും. പിന്നെ അതിൻ്റെ ശേഷം ബൈഹഖിമ പറയാൻ ഫുള്ള് വായിക്കാൻ വലിയ ഒന്ന് രണ്ട് പേജിൽ പറയുന്ന വിശദമായ വിശദീകരണം നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, അത് വായിക്കേണ്ട. അങ്ങനെ പറയുന്നുണ്ട്. പിന്നെ ആയിഷ ബീവിയിൽ നിന്ന് ഉദ്ധരിച്ച സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക വലാ ഇലാഹ ഗൈറുക വീണ്ടും ആ ഹദീസ് വീണ്ടും റിപ്പോർട്ടുണ്ട്, പല റുവാത്തിലൂടെ റിപ്പോർട്ടുണ്ട്. എന്നിട്ട് പിന്നെ പറയാമോ റുവിയ ഫി ഹദീസ് അബീ സഈദിനുൽ ഖുദ്രി റളിയല്ലാഹു അൻഹു. അബീ സഈദുൽ ഖുദ്രി എന്നും ഇതേ റിവായത്ത് വന്നിട്ടുണ്ട്, അതും അദ്കാൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അതും പിന്നെ അദ്കാൽ പറഞ്ഞല്ലോ ഖാലൽ ബൈഹഖി വറുവിയൽ ഇസ്തിഫ്താഹു ബി സുബ്ഹാനക അല്ലാഹുമ്മ അൻ ഇബ്നു മസ്ഊദ് മർഫൂഅ വ അൻ അനസ് മർഫൂഅ. ഇബ്നു മസ്ഊദ് എന്ന് മർഫൂ, അനസ് എന്ന് മർഫൂ എന്ന് പറഞ്ഞ് റളിയല്ലാഹു അൻഹു. ആ പരാമർശം ഇപ്പറഞ്ഞതിൻ്റെ ഉടനെ പറഞ്ഞ് ഖാല ശൈഖു റഹിമഹുല്ലാ. ഖാല ശൈഖു എന്ന് പറഞ്ഞാൽ അത് ബൈഹഖി ഇമാം ശിഷ്യന്മാരെ ഉദ്ധരിച്ചതാണ് ഖാല ശൈഖു. വറുവിയൽ ഫിൽ ഇസ്തിഫ്താഹി ബി സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക എന്നതുകൊണ്ടുള്ള ഇസ്തിഫ്താഹിൽ, എന്നതുകൊണ്ടുള്ള ഇസ്തിഫ്താഹ് എന്ന് പറഞ്ഞാൽ ആ ചുരുക്കവാക്ക സുബ്ഹാനക മേലെ പറഞ്ഞ സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക വ തബാറക ഇസ്മുക എന്നാണ്. ആ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അൻ ലൈസിൻ വൻ അബി ഉബൈദത്ത് ബിൻ അബ്ദുല്ലാഹി ബിൻ മസ്ഊദിൻ അൻ അബീഹി മർഫുഅൻ. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ്, അബി ഉബൈദ അബ്ദുല്ലാഹി ബിൻ മസ്ഊദിൽ നിന്ന്, അതാ അബ്ദുല്ലാഹി ബിൻ മസ്ഊദിൻ്റെ ഹദീസ് എന്ന് പറഞ്ഞത്. വലൈസ ബിൽ ഖവിയ്യി വറുവിയ ദാലിക മർഫുഅ അൻ ഹുമൈദിൻ വൻ അനസിൻ. അനസ് എന്ന് മർഫൂ എന്ന് പറഞ്ഞത് അതും ബൈഹഖി ഇമാം ഇവിടെ പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെ പറയുന്നത് വാ റുവിയ മിൻ വജീൻ ആഖറ അൻ ആയിഷത വസഹുമ റുവിയ ഫീഹി അൽ അസ്റുൽ മൗഖൂഫ് അല ഉമർ റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ടുള്ളതാണ് വന്നതിക്ക് ഏറ്റവും ബലപ്പെട്ട ഹദീസ്. അതെന്താണ്? സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക വ തബാറക ഇസ്മുക വ തആല ജദ്ദുക വലാ ഇലാഹ ഗൈറുക എന്ന് അങ്ങനെ റിപ്പോർട്ടുണ്ട്. അപ്പോൾ ബൈഹഖി മുത്വാല ചെയ്താൽ നോക്കിയാൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് എന്താണ് അവിടെ പറഞ്ഞതെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഈ ഉദ്ധരണികൾക്ക് തുല്യമായ മറ്റു ഇബാറത്തുകളുണ്ടോ? അതെ, ഈ ഞാൻ പറഞ്ഞല്ലോ ഹദീസിൻ്റെ പല കിതാബുകളിലും അതുപോലെ ഫിഖ് കിതാബിലും നോക്കിയാൽ ഇതിനോട് തുല്യമായ ചില പരാമർശങ്ങൾ കാണും. ഉദാഹരണമായിട്ട് സ്വഹീഹ് ഇബ്നു ഖുസൈമ തങ്ങളുടെ സ്വഹീഹിൽ അവർ റിപ്പോർട്ട് ചെയ്തു ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് നേരത്തെ പറഞ്ഞ ഹദീസ് മുത്തനബി ഇങ്ങനെ പറയാറുണ്ട് സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക വ തബാറക ഇസ്മുക വ തആല ജദ്ദുക വലാ ഇലാഹ ഗൈറുക. അത് പറഞ്ഞിട്ട് പറയാണ് ഖാല അബൂബക്കർ ഇബ്നു ഖുസൈമ വ ഹാരിസത്ത് ഇബ്നു മുഹമ്മദ്. ഇതിൻ്റെ റിപ്പോർട്ടിലുള്ള ഹാരിസ് ഇബ്നു മുഹമ്മദ് അത് റിപ്പോർട്ട് ചെയ്യുന്നത്. അദ്ദേഹം ലൈസ മിമ്മ യഹ്തജു അഹ്ലുൽ ഹദീസ് ബി ഹദീസിഹി വാദ സ്വഹീഹുൻ അൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട് ഇത് ചൊല്ലിയതായിട്ട് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അന്നഹു കാന ഇസ്തഫ്തിഹു സ്വലാത്ത മിസ്ല ഹദീസി ഹാരിസ ലാ അനിൻ നബി തങ്ങളിൽ നിന്നല്ല. വലസ്തു അക്റഹുൽ ഇസ്തിഫ്താഹ ബിഖൗലി സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക കൊണ്ട് തുടങ്ങുന്നതിന് ഞാൻ വെറുക്കുന്നില്ല. ആര് പറയാ? ഇബ്നു ഖുസൈമ തങ്ങൾ പറയാണ്. അവിടെ സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക എന്നുള്ള വാക്കുകൊണ്ട് മാത്രം തുടങ്ങുന്നതിന് ഞാൻ വെറുക്കുന്നില്ല എന്നല്ല ഇപ്പോൾ പറയുന്നത്. ആ മേൽ പറഞ്ഞ ഹദീസ് സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക വ തബാറക ഇസ്മുക എന്ന് പറഞ്ഞ വജ്ജത്തൂൻ്റെ രൂപം തന്നെ സ്ഥിരപ്പെട്ടതല്ല, അത് ലൈഫാണെന്നല്ല പറയുന്നത്. അവ ലൈഫാണെങ്കിലും ആ ലൈഫായ ഹദീസിലുള്ള ആ റിപ്പോർട്ട്, ആ ദുആ, അതുകൊണ്ട് തുടങ്ങുന്നത് തന്നെ ഞാൻ വെറുക്കുന്നില്ല. അലാമ സബത്താനിൽ ഫാറൂഖി. കണ്ടോ, ഇമാം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിൽ നിന്ന് സ്ഥിരപ്പെട്ടതുപോലെയുള്ളത് അതേതാണ്? ലാ ഇലാഹ ഗൈറുക വരെയുള്ളത്. അത് ഞാൻ വെറുക്കുന്നില്ല. എന്താണ്? അലാമ സബത്താനിൽ ഫാറൂഖ് തങ്ങളെ തൊട്ട് സ്ഥിരപ്പെട്ടതനുസരിച്ച് അന്നഹു കാന ഇസ്തഫ്തിഹു സ്വലാത്ത, അവർ നിസ്കാരം തുടങ്ങാറുണ്ട് എന്ന് സ്ഥിരപ്പെട്ടിട്ടുണ്ടല്ലോ. ഗൈറ അന്നൽ ഇഫ്തിതാഹ ബിമാ സബത അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ തുടങ്ങിയതായി സ്ഥിരപ്പെട്ട ഇസ്തിഫ്താഹ് അത് കുറേ റിവായത്തിലുണ്ട്. അഹബ്ബു ഇലയ്യ, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അപ്പോൾ ഇവിടെയും ആ വിഷയം പറഞ്ഞപ്പോൾ എന്തായി? ആദ്യം ലാ ഇലാഹ ഗൈറുക എന്ന് വരെ ഫുള്ളത് പറഞ്ഞതിന് ശേഷം പിന്നീട് സൂചിപ്പിച്ച് പറഞ്ഞപ്പോൾ സൂചക ഭാഷയിൽ
സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക എന്ന് മാത്രം പറഞ്ഞു. അത് സ്വാഭാവികമാണ്. നമ്മൾ ഫിഖിൻ്റെ കിതാബിലും വജ്ജഹത്തു വജിഹിയ എന്ന് പറഞ്ഞ് നിർത്തണത്തിലൊരു കിതാബുണ്ട്. വജ്ജഹത്തു വജിഹിയ എന്ന് സുന്നത്താണ്, അല്ലെങ്കിൽ വജ്ജഹത്ത് സുന്നത്താണ് എന്നൊക്കെ പറയും. അതിൻ്റെ അർത്ഥം വാനമിനൽ മുസ്ലിമീൻ വരെ സുന്നത്ത് എന്നാണല്ലോ. അതുപോലെ ഹാക്കിം റഹിമുല്ല മുസ്തദറക്കിൽ അൽ മുസ്തദർക്ക് അൽ സ്വഹീഹൈനിൽ ആയിഷ ബീവിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക വ തബാറക ഇസ്മുക വ തആല ജദ്ദുക വ ലാ ഇലാഹ ഗൈറുക, അത് റിപ്പോർട്ട് ചെയ്തു. എന്നിട്ട് ഹാദാ ഹദീസുൻ സ്വഹീഹുൽ ഇസ്നാദി വലം യുഖർരിജാഹു. എന്നിട്ട് പിന്നെ ഹാക്കിം തങ്ങൾ പറഞ്ഞു വലാ അഹ്ഫളു ഫീ ഖൗലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻദ ഇഫ്തിതാഹി സ്വലാത്തി, നിസ്കാരം തുടങ്ങുമ്പോൾ മുത്തനബി പറഞ്ഞതായിട്ട് ഞാൻ ഹദീസ് ഹിഫ്ളാക്കുന്നില്ല. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക, സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക പറഞ്ഞത് മുത്തനബി പറഞ്ഞതായിട്ട് ഞാൻ ഹിഫ്ളാക്കുന്നില്ല. അസ്വഹമിൻ ആദൈനിൽ ഹദീസിന്, ആയിഷ ബീവിയിൽ നിന്നും മറ്റും റിപ്പോർട്ട് ചെയ്ത ഈ രണ്ട് ഹദീസ് അല്ലാതെ വേറെ ഹദീസ് മുത്തനബി പറഞ്ഞതായിട്ട് ഞാൻ ഹിഫ്ളാക്കുന്നില്ല. കണ്ടോ, ഇത് ഹാക്കിമി പറഞ്ഞെടുത്തപ്പോൾ ഹാക്കിമി തങ്ങൾ എന്താ പറഞ്ഞത്? ആദ്യം പറഞ്ഞപ്പോൾ ആ ദുആ ഒന്നായിട്ട് പറഞ്ഞു, ഹനഫിയത്ത് പറയുന്നത് പോലെ ഒന്നായിട്ട് പറഞ്ഞു. പിന്നീട് അതിനെപ്പറ്റി സൂചിപ്പിച്ച് പറഞ്ഞപ്പോൾ സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഈ പ്രയോഗം തന്നെയാണ് നബവി ഇമാമു അദ്കാറിലും നടത്തിയത്. പിന്നെ എങ്ങനെ നബവി ഇമാമു അദ്കാറിൽ പറഞ്ഞതുകൊണ്ട് തെളിവിടിക്കൽ? അതുപോലെ ഇമാം തൊബറാനിയുടെ ഔസത്തിലും ഇതേ സംഭവമുണ്ട്. അതും ശ്രദ്ധിക്കുന്നവർക്ക് തൊബറാനി പറഞ്ഞതും ഇത് തന്നെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അത് പറഞ്ഞ് ഞാൻ നീട്ടുന്നില്ല. അതുപോലെ ഫിഖഹിൻ്റെ കിതാബിൽ ഇമാം അദ്റഈയുടെ തവസ്സുത്ത് വൽ ഫത്ഹ് ഫിൽ ജമ്മി ബൈന റൗളത്തി വശറഹ്, റൗളയുടെ ഹാഷ ഇമാം അദ്റഈ എഴുതിയത്. മജ്മൂഇലുണ്ട് അതേ പ്രയോഗം. ഇഖ്താറ ഷാഫിഈ റഹിമഹുല്ലാ അൽ ഇസ്തിഫ്താഹ ബി ഹദീസി വജ്ജഹത്തു വജിഹിയ. വജ്ജഹത്തു വജിഹിയ കണ്ടോ, അവിടെ പറയുന്നത് വജ്ജഹത്തു വജിഹിയ എന്നാണ് ഷാഫി ഇമാമ് പിന്നെ തിരഞ്ഞെടുത്തിട്ടുള്ള ദിക്ർ. എൻ്റെ അർത്ഥം വജ്ജഹത്തു വജിഹിയ മാത്രം മതി എന്നാ, അങ്ങനെ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കറാത്ത് വീടെന്ന് പറയല. അങ്ങനെ ഹാഷിയത്ത് റൗദിയിലുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ലി മുവാഫഖത്തി അൽഫാദുൽ ഖുർആനിൽ അസീസ് ബി ഖിലാഫി ഹദീത്തുൽ ഖുസൂമി. ഷാഫിയ്യത്തിൻ്റെ ഖുസൂമ് എന്ന് പറഞ്ഞാൽ ഹനഫിയത്ത് ഹനാബിലത്ത്, അവരുടെ ഹദീസിനെതിരായി സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക, അവരുടെ ഹദീസ് സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദികേന്ന് ആര് പറയാ? അദ്റഈ ഇമാമ് തവസ്സുത്തിൽ പറയുന്നുണ്ട്. ആ സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക എന്നുള്ള ഹദീസ് ഫുള്ള് സൂചിപ്പിച്ചിട്ടുണ്ട് ഒരിടത്ത്. അത് സൂചിപ്പിച്ചതിന് ശേഷമാണ് സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക എന്നുള്ള ഹദീസ് അത് സ്വഹീഹല്ല, അത് ഫഇന്നഹു ദഈഫുൻ, അത് ദഈഫാന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രയോഗം ഫിഖഹിൻ്റെ കിതാബിലും കാണും, ഹദീസിൻ്റെ കിതാബിലും ചിലയിടത്ത് കാണും. അതുകൊണ്ട് തെറ്റിദ്ധരിക്കുന്നത് ശരിയല്ല. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക എന്ന് മാത്രം മതിയാകുമെന്ന് മുസന്നഫ് അബ്ദുർ റസാഖിൽ ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ടല്ലോ. അതിപ്പോൾ ഈ സുനനുൽ കുബ്രിയിൽ ഉണ്ട് എന്നും അദ്കാലുണ്ട് എന്നൊക്കെ ചിലർ പറഞ്ഞല്ലോ. അതുപോലെ ഒരു തെറ്റിദ്ധാരണ തന്നെയാണ് മുസന്നഫ് അബ്ദുർ റസാഖിൽ ഉണ്ട് എന്ന് പറയുന്നതും. അത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. മുസന്നഫ് അബ്ദുർ റസാഖ് എന്ന് പറയുന്നത് ആരാ? മുസന്നഫ് അബ്ദുർ റസാഖ് സ്വനാനി തങ്ങൾ, അവർ ഇമാം സൗരിയുടെ ശിഷ്യനാണ്. ഇവർ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, ഇസ്ഹാഖ് ബിൻ റാഹോഹി റളിയല്ലാഹു അൻഹു രണ്ടാളുടെയും ഉസ്താദുമാണ്, ഷെയ്ഖുമാണ്. നമ്മൾ പറഞ്ഞല്ലോ അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ വജ്ജഹത്ത് വേദ സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക. അത് മാത്രമല്ല ഇലാഖിരി സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക തബാറക ഇസ്മുക വ തആല ജദ്ദുക വ ലാ ഇലാഹ ഗൈറുക. അതാണ് അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ വജ്ജഹത്തുനും അബൂ ഹനീഫ ഇമാമിൻ്റെ വജ്ജഹത്തുനും. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അതുപോലെ ഇസ്ഹാഖ് ബിൻ റാഹുവൈഹിയുടെയും വജ്ജഹത്തും അതാണ്. സുഫിയാൻ സൗരിയുടെ വജ്ജഹത്തും അതാണ്. ഇമാം നബവി മജ്മുഇൽ അത് പറഞ്ഞിട്ടുണ്ട്, പലയിടത്തും ഉണ്ട്. ഇവരുടെ ശിഷ്യന്മാർ, അപ്പോൾ മുസന്നഫ് അബ്ദുർ റസാഖ് തങ്ങളുടെ ശിഷ്യന്മാരും ഉസ്താദുമാരൊക്കെ പറയുന്ന വജ്ജഹത്തും ഏതാണ്? സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക എന്ന വജ്ജഹത്തുമാണ്. അതുകൊണ്ട് അവർ ആ വജ്ജഹത്ത് മാത്രമേ അവർ മുസന്നഫ് അബ്ദുർ റസാഖിൽ പറഞ്ഞിട്ടുള്ളൂ. അത് ധാരാളം ഹദീസ് കൊണ്ടുവന്ന് സുബ്ഹാനക്കല്ലാഹുമ്മ തുടങ്ങുന്ന വജ്ജഹത്തുനെ സ്ഥിരപ്പെടുത്തിയ ശേഷം അവർ ഈ സുനന് പോലെയുള്ള രീതിയാണ് ഫിഖഹിൻ്റെ ബാബുകളുടെ തെർത്തീബിൽ ആ ബാബ് ഇങ്ങനെ ഇട്ടിട്ട് ഹദീസ് പറഞ്ഞ മഹാനാണ്, തുടക്കകാലത്തിൻ്റെ ആ മഹാനാണ് മുസന്നഫ് അബ്ദുർ റസാഖ് തങ്ങൾ. അവർ ഹനഫിയത്തിൻ്റെ അടുത്തൊക്കെ ഉള്ള ഹനാബിലത്തിൻ്റെ അടുത്തൊക്കെ ഉള്ള ആ വജ്ജഹത്തു അത് സ്ഥിരപ്പെടുത്തുന്ന ധാരാളം ഹദീസ് കൊണ്ടുവന്നിട്ട്
അങ്ങനെ വേണ്ടതെന്ന് സൂചിപ്പിച്ചിട്ട്, പിന്നെ വജ്ജത്ത് ഉറക്കെയാക്കണോ പതുക്കെയാക്കണോ എന്ന് പറഞ്ഞ ചർച്ചയിൽ ആ വജ്ജത്തിനെ സൂചിപ്പിച്ചിട്ട് ചെറിയ ചുരുക്കി പറഞ്ഞു, സുബ്ഹാനക്കല്ലാഹു വബിഹംദിക മാത്രം പറഞ്ഞു. അത് തെളിവ് പിടിച്ചിട്ടാണ് എന്ത് പറയുന്നത്, സുബ്ഹാനക്കല്ലാഹു വബിഹംദിക മാത്രം മതി എന്ന് മുസന്നഫ് അബ്ദുർ റസാഖിലുണ്ട് എന്ന്. ഞാൻ ഒന്ന് ചെറിയ നിലയ്ക്ക് ആ ഭാഗം ഒന്ന് വായിക്കാം. 141 അധ്യായമായി മുസന്നഫ് അബ്ദുർ റസാഖിലുണ്ട് ബാബു ഇസ്തിഫ്താഹി സ്വലാ, എങ്ങനെ തുടങ്ങേണ്ടത്. അവിടെ അബി സഈദുൽ ഖുദരി, നമ്മൾ നേരത്തെ സുനൽ കുബറിയിൽ ബയ്യക്ക് റിപ്പോർട്ട് ചെയ്ത ആ റിപ്പോർട്ടാണിത്. അബി സഈദുൽ ഖുദരിയുടെ ഹദീസ് മുത്തനബി ഇങ്ങനെ പറയാറുണ്ട്, സുബ്ഹാനക്കല്ലാഹു ബിഹംദിക തബാറക സ്മുക വതആല ജദ്ദുക വലാ ഇലാഹ ഗൈറുക, അതുവരെയുണ്ട്. സുമ്മ യുഹല്ലിലു സലാസ, പിന്നെ 3 തഹ്ലീലും വയുക്കബ്ബിറു സലാസ, അതും കൂടെ ഇതിൽ അധികമുണ്ട്. സുമ്മ യഖൂലു അഊദു ബില്ലാഹി സമീഇൽ അലീമി മിനശ് ശൈത്വാനിർ റജീം. കണ്ടോ, ഇതിലെവിടെയും വജ്ജത്തു എന്ന് പറഞ്ഞിട്ടില്ല. സുബ്ഹാനക്കല്ലാഹു വബിഹംദിക്കൻ്റെ വിവിധ റിപ്പോർട്ടുകൾ പറഞ്ഞെങ്കിലും, അനേകം റിപ്പോർട്ട് ഇവിടെ കൊണ്ടുവന്നെങ്കിലും ഒന്നിലും വജ്ജത്തു പറഞ്ഞിട്ടില്ല. അപ്പോൾ അവർ സൂചിപ്പിക്കുന്നത് ദുആ ഇഫ്തിതാഹ് അവരുടെ അടുത്ത് സുബ്ഹാനക്കല്ലാഹുമ്മ എന്ന് പറഞ്ഞാൽ അത് ഫുള്ളുണ്ട്, സുബ്ഹാനക ഇലാ വലാ ഇലാ ഗൈറുക വരെ ഉണ്ട്, അങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ധാരാളം ബാബുകളും പിന്നെ ഹദീസുകളും കൊണ്ടുവന്നതിൻ്റെ ശേഷം 141 നമ്മൾ പറഞ്ഞത് 145 അധ്യായമായിട്ട് പറഞ്ഞു ബാബു മാ യുഖ്ഫിൽ ഇമാം, ഇമാമ് പതുക്കെയാക്കേണ്ടത് എന്താന്ന് പറയുന്ന അധ്യായം. അവിടെ അവർ ഹദീസ് കൊണ്ടുവന്നു, അൻ ഹമ്മാദിൻ അൻ ഇബ്രാഹിമ ഖാല അർബഉൻ യുഖ്ഫീഹിന്നൽ ഇമാം, 4 ഇമാമ് പതുക്കാക്കണ്ട. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഹദീസാണ്. അതിലൊക്കെ ഇമാമിങ്ങൾ അഭിപ്രായം ഉണ്ടല്ലോ, ബിസ്മി ഉറക്കാക്കേണ്ടതില്ല പതുക്കാക്കിയാൽ മതി എന്ന അഭിപ്രായം ഉണ്ടല്ലോ. നമ്മളെ മദ്ഹബിൽ ബിസ്മി ചൊല്ലിയെങ്കിൽ ഫാത്തിഹ ശരിയാകൂല, ബിസ്മി ഉറക്കനാക്കും വേണം, സുന്നത്താണ്. അപ്പോൾ 4 പതുക്കാക്കേണ്ടതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വൽ ഇസ്തിആദ അഊദു, അൽ ഇസ്തിആദ എന്ന് പറഞ്ഞാൽ പോരല്ലോ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയണ്ടേ, ഇത് ചുരുക്കി പറയാണ്. വ ആമീൻ വ ഇദാ ഖാല സമിഅ അല്ലാഹു ലിമൻ ഹമിദഹു, സമിഅ അല്ലാഹു ലിമൻ ഹമിദഹു എന്ന് പറഞ്ഞാൽ അതും പതുക്കെയാക്കണം. ഖാല റബ്ബനാ ലക്കൽ ഹംദ്, റബ്ബനാ ലക്കൽ ഹംദ് എന്ന് പതുക്കെയാക്കണം. സമിഅ അല്ലാഹു ലിമൻ ഹമിദഹു ഇമാം ഉറക്കനെ പറഞ്ഞാൽ ഇമാമിനെ പതുക്കെ പറയേണ്ടതാണ് റബ്ബനാ ലക്കൽ ഹംദ്. അതൊരു ഹദീസ് ആ അധ്യായത്തിൽ പതുക്കനാക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞ അധ്യായത്തിൽ. അതിൻ്റെ ശേഷം പിന്നെ ഒരു ഹദീസും കൂടെ, അൻ മൻസൂരിൻ അൻ ഇബ്രാഹിമ, ഹദീസ് സനദ് ഞാൻ ഇപ്പോൾ വായിക്കുന്നില്ല. ഖാല ഖംസു യുഖ്ഫൈന 5 ദിക്റുകൾ പതുക്കെ കൊണ്ടുവരണം. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക വത്തഅവ്വുദു വബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വ ആമീൻ വല്ലാഹുമ്മ റബ്ബനാ ലക്കൽ ഹംദ്. ഇതാണ് ഈ ഒരു പരാമർശമാണ്. അതിൽ മുസന്നഫ് അബ്ദുർ റസാഖിൽ വജ്ജത്ത് സുബ്ഹാനക്കല്ലാഹുമ്മ എന്ന് മാത്രം മതി എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നവർ തെളിവാക്കിയത്. വാസ്തവത്തിൽ അക്കാലത്തുള്ള കുറേ ആളുകളുടെ, നമ്മളിവിടെ പറഞ്ഞല്ലോ, ഇവരുടെ ഷുയൂഖിൻ്റെയും ഇവരുടെ ശിഷ്യന്മാരുടെ ഒക്കെ അഭിപ്രായം എന്താണ്? ഷുയൂഖിൻ്റെ ശിഷ്യന്മാരുടെ അഭിപ്രായം സുബ്ഹാനക്കല്ലാഹുമ്മ എന്ന് പറഞ്ഞ വജ്ജത്തുമാണ്, വലാ ഇലാഹ ഗൈറുക വരെയുള്ള വജ്ജത്തു. ആ വജ്ജത്തു മതി എന്നാണ് ഇവരുടെ അഭിപ്രായം. അപ്പോൾ അവരുടെ അടിയിൽ ഇന്നും നിലനിൽക്കുന്നൊരു പ്രയോഗമാണ്, അവരുടെ വജ്ജത്തുവിനെ പറ്റി അവരെന്താ പറയുക, സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക എന്നാണ്, അല്ലെങ്കിൽ സുബ്ഹാനക്കല്ലാഹുമ്മ എന്നാണ് ചുരുക്കി പറയുക. ആ ചുരുക്കി പറച്ചിലാണത് സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക എന്നല്ലാതെ സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക മാത്രം വജ്ജത്തുവിന് മതി, അത് പതുക്കെ പറയണമെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. അതായത് കാരണം അങ്ങനെ ഒരു വജ്ജത്തുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് വജ്ജത്ത് തുടങ്ങേണ്ടത് എന്ന് പറഞ്ഞെടുത്ത് അവർ അങ്ങനെ ഒരു വജ്ജത്തുവിന് ഉദ്ധരിച്ചിട്ടില്ല. അവർ 4-5 റിപ്പോർട്ട് അവിടെ കൊണ്ടുവന്ന റിപ്പോർട്ടിൽ ഒന്നും അങ്ങനെ ഒരു വജ്ജത്തുമില്ല. ഏതേ ഉള്ളൂ വലാ ഇലാഹ ഗൈറുക എല്ലാത്തിലും ഉണ്ട്. ഇതുപോലത്തൊരു പ്രയോഗം മുസന്നഫ് അബ്ദുർ റസാഖിൽ തശഹുദിൻ്റെ അവിടെയും വരുന്നുണ്ട്. അതിനി പറഞ്ഞ് നീട്ടേണ്ടതില്ല, ഈ വിശദീകരണം എല്ലായിടത്തും ബാധകമാണ്. മിഷ്കാത്തിൻ്റെ ഷറഹിൽ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക എന്ന് മാത്രം മതിയാകുമെന്ന് പറഞ്ഞതായി കേൾക്കുന്നുണ്ട്. അതെ, അതിപ്പോൾ അതും ചിലർ പറയുന്നുണ്ട്. അതൊക്കെ ഇതുപോലത്തെ തെറ്റിദ്ധാരണ എന്ന് വളരെ വ്യക്തമാണ്. ഞാൻ ആ മിഷ്കാത്തിൽ പറഞ്ഞ പരാമർശം ഒന്ന് വായിക്കാം. മിഷ്കാത്തിൽ പറഞ്ഞത്,
വജ്ജത്തുവിൻ്റെ ഹദീസ് പറയുന്ന അടുത്ത് മിഷ്കാത്ത് പറഞ്ഞു, വജറാഫിർ റൗലത്തി, റൗലയിൽ നടന്നു, തബഅൻ ലി ജംഇൻ, ഒരു കൂട്ടം പണ്ഡിതന്മാരോട് അനുഗമിച്ചുകൊണ്ട് റൗദിയിൽ പറഞ്ഞു, അല അന്നഹു യുഖദ്ദമു സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക. വജ്ജഹത്തു അതെവിടെ പറയുന്നത് എന്നോ, വജ്ജഹത്തൂൽ വാരിദായ ദിക്റുകളൊക്കെ സമയം ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് സ്കരിക്കുമ്പോൾ അത് എല്ലാം കൂടെ കൂട്ടിപ്പറയൽ, അല്ലെങ്കിൽ തൃപ്തിപ്പെടുന്ന മഅ്മൂമികളാണെങ്കിൽ എല്ലാം കൂടെ കൂട്ടിപ്പറയൽ സുന്നത്താണ് എന്ന് പറഞ്ഞല്ലോ. ആ മസ്അല വിശദീകരിക്കുന്നിടത്ത് ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ ചർച്ച ചെയ്യേണ്ടത് എല്ലാം പാടെ കൂട്ടി പറയുമ്പോൾ ഏത് വജ്ജത്തുവിനെയാണ് ഏത് ദിക്റിനെയും ആദ്യം പറയേണ്ടത് എന്നുള്ള ചർച്ച. ആ ചർച്ച പറയുന്നിടത്ത് പറയാണ്, ഒരു കൂട്ടം പണ്ഡിതരോട് യോജിച്ചിട്ട് മുന്തിക്കേണ്ടത് സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദികയാണ് മുന്തിക്കേണ്ടത് എന്ന് റൗദി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതാണ് ഇപ്പോൾ തെളിവ്. അതാ മുന്തി. അപ്പോൾ സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക എന്നുള്ള വജ്ജത്തും ഉണ്ട്, അത് മുന്തിക്കണമെന്ന് പറഞ്ഞെങ്കിൽ അത് മാത്രം മതി എന്ന് മനസ്സിലായില്ലേ എന്ന്. വാസ്തവത്തിൽ ഇത് ഉറങ്ങി കിതാബ് നോക്കിയിട്ടാണ് അത് തിരിയാത്തത്. അതിൻ്റെ തൊട്ടടുത്ത് എന്താ പറഞ്ഞത്, ലി ഖബരിൽ ബൈഹഖി, ബൈഹഖിൻ്റെ ഹദീസ് ഉണ്ടായതുകൊണ്ട് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദസ്തഫ്തഹ സ്വലാത്ത, നിസ്കാരം തുടങ്ങുമ്പോൾ മുത്തനബി പറയും സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക വതബാറക ഇസ്മുക വതആല ജദ്ദുക വലാ ഇലാഹ ഗൈറുക വജ്ജഹതു വജ്ഹിയ ലില്ലദീ. അപ്പോൾ വജ്ജഹതു വജ്ഹിയ ലില്ലദീ എന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് മുത്തനബി ചിലപ്പോൾ ചൊല്ലാറുണ്ട് സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക വതബാറക ഇസ്മുക വതആല ജദ്ദുക വലാ ഇലാഹ ഗൈറുക എന്ന് ചൊല്ലാറുണ്ട് കേട്ടോ. അപ്പോൾ അതിന് തൊട്ടടുത്ത് പറഞ്ഞാണ്, എന്നിട്ടും അത് ശ്രദ്ധിക്കാതെ ഇനി പറയുന്നത് വെറും സുബ്ഹാനകല്ലാഹുമ്മ ചൊല്ലിയാൽ മതിയാവുമെന്ന് മിഷ്കാത്തിൻ്റെ ഷറയിൽ ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നറിയുന്നത്. അപ്പോൾ സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക മാത്രം മതിയാകുമെന്ന് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ ഞാൻ പറഞ്ഞല്ലോ, ഹദീസിൻ്റെ ഗ്രന്ഥങ്ങൾ 100 കണക്കിന് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങൾ ഞാൻ നോക്കി എന്ന് പറഞ്ഞല്ലോ. ഇതിലെവിടെയും അങ്ങനെ ഒരു ഹദീസ് പറഞ്ഞിട്ടില്ല. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക മാത്രം മതിയെന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ കിതാബുകളൊക്കെ പാടെ ഇവിടെ പറയേണ്ട ആവശ്യമില്ല. പിന്നെ സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക എന്ന് ഏതൊരു ഹദീസിൻ്റെ ഗ്രന്ഥത്തിൽ എവിടെ, നമ്മൾ ഇസ്തിഫ്താഹിൻ്റെ സ്ഥലത്താണ് പറഞ്ഞത്, നിസ്കാരം തുടങ്ങുന്നിടത്ത് പ്രാരംഭ പ്രാർത്ഥനയായി ദിക്റായി ഏത് ഹദീസിൻ്റെ കിതാബിൽ സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക എന്ന് പറഞ്ഞിട്ടുണ്ടോ അവിടൊക്കെ അതിന് ശേഷമോ തൊട്ട് മുമ്പോ വേറെ ദിക്ർ കൂട്ടി പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞൊരു കാര്യം വ്യക്തമാണ്. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക മാത്രം പറഞ്ഞ ഒരു ഹദീസിൻ്റെ കിതാബുമില്ല. ഒന്നുകിൽ സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദികൻ്റെ തൊട്ട് മുമ്പ് വേറെ ദിക്ർ പറഞ്ഞു, കൂട്ടി പറഞ്ഞു, അങ്ങനെ ഹദീസ് വന്നത്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഉദ്ധരിച്ചതിലൊക്കെ തന്നെ അതുണ്ട്. അല്ലെങ്കിൽ സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക എന്ന് കഴിഞ്ഞതിന് ശേഷം വലാ ഇലാഹ ഗൈറുകയും വേറെ കുറച്ചും കൂട്ടി പറഞ്ഞത്. ഇങ്ങനെയുള്ള ദിക്റല്ലാതെ വെറും സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക ചൊല്ലിയതായിട്ട് സ്വഹാബി ചൊല്ലിയതായിട്ടും ഇല്ല, റസൂലുള്ളാഹി ചൊല്ലിയതായിട്ടും വന്നിട്ടില്ല. ഉദാഹരണത്തിന് ഞാൻ ചില കിതാബുകളുടെ പേര്, പ്രധാനപ്പെട്ട ചില കിതാബുകളുടെ പേര് നമ്മൾ അവിടെ കണ്ടിടത്തെല്ലാം അങ്ങനെ ഉള്ളൂ, അത് വായിക്കാം. കാരണം ഇത് കൊട്ടക്കണക്കിന് വെറുതെ പറയാമെന്ന് തോന്നേണ്ട അതിനാണ്. സ്വഹീഹ് മുസ്ലിം, സുനനു തുർമുദി, സുനനു ഇബ്നു മാജ, സുനനു അബൂ ദാവൂദ്, സുനനു നസായി, സുനനുൽ കുബ്ര നസായിൻ്റെ, മുസ്നദ് അഹ്മദ്, മുസ്നദുൽ ബസ്സാർ, സുനനു ദാരിമി, സ്വഹീഹ് ഇബ്നു ഖുസൈമ, ബൈഹഖി ഇമാമിൻ്റെ സുനനുൽ കുബ്ര, മാരിഫത്തു സുനനുൽ വല്ലാസാർ ബൈഹഖി ഇമാമിൻ്റെ, ഹില്യത്തുൽ ഔലിയ അബൂ നുഐമിൻ്റെ, സുനനുൽ ദാറഖുത്നി, ഷുഅബുൽ ഈമാൻ ബൈഹഖി ഇമാമിൻ്റെ, മുസ്നദ് അബി അലൽ മൗസിലി, മുഅ്ജമു ഇബ്നു അസാക്കിർ, അമാലി ഇബ്നു ബിഷ്റാൻ, അൽ ആസാർ ലി അബി യൂസുഫ്, അൽ മുഅ്ജമുൽ കബീർ ലി ത്വബറാനി, അദ്ദുആ ലി ത്വബറാനി, കിലാബാദിയുടെ ബഹറുൽ ഫവായിദ്, മആനിൽ അഖ്ബാർ എന്ന പേരുള്ള ഇത് ഹദീസിൻ്റെ കിതാബ, ഫവായിദ് തമ്മാം, മുസ്നദ് ഇസ്ഹാഖ് ഇബ്നു റാഹുവൈഹി, മുസ്നദു ഷാമിയീൻ ത്വബറാനി ഇമാമിൻ്റെ, അൽ ആസാർ മുഹമ്മദ് ബിൻ ഹസൻ തങ്ങളുടെ അൽ ആസാർ, ഷർഹു മആനിൽ ആസാർ തുഹാമി ഇമാമിൻ്റെ, മുസ്നദുൽ ഫാറൂഖ് ഇബ്നു കസീറിൻ്റെ, അൽ മുസ്തദ്റക് അല സ്വഹീൻ ഹാക്കിമിൻ്റെ, അത്തഹൂർ ഖാസിം ഇബ്നു സല്ലാമിൻ്റെ, മഷീഖത്ത് ഖാദിൽ മാരിസ്ഥാൻ, അൽ ജാമി ലിബ്നു വഹബ്,
അൽ മുഅ്ജമുൽ ഔസത്ത് തൊബറാനിയുടെ, മുസ്നദ് ഇബ്നുൽ ജഅദ്, മുഖ്തസറുൽ അഹ്കാം, അത് ജാമിഉ തുർമുദിയുടെ മുസ്തഖ്റജാണ് കർദൂഷിൻ്റെ, മുസന്നഫ് ഇബ്നു അബി ഷൈബ, മുസന്നഫ് അബ്ദുർ റസാഖ് സൻആനി, ഷർഹു സുന്ന ബഗ്വി ഇമാമിൻ്റെ, മുഅ്ജം ഇബ്നുൽ ഖാരി, അദ്ദഅവാത്തുൽ കബീർ ബൈഹഖി ഇമാമിൻ്റെ, അൽ മുഖല്ലസിയാത്ത്, തർത്തീബുൽ അമാലി, അൽ ഖമീസിയ ജുർജാനി ഇമാമിൻ്റെ, സുനനു ദാറഖുത്നി, മുസ്നദ് അബി ഹനീഫ, അതുപോലെ അൽ ആസാർ അബി യൂസുഫിൻ്റെ അൽ ആസാർ, സുനന് സഈദ് ബിൻ മൻസൂർ, അൽ ജാമിഉ സ്വഗീർ മിൻ ഹദീസുൽ ബഷീർ നദീർ ഇമാം സുയൂത്തിയുടെ 48 കിതാബുകളായി. ഈ കിതാബുകളിലൊക്കെ സുബ്ഹാനക്കല്ലാഹുമ്മ എന്ന് പറഞ്ഞ ഹദീസ്, ആ ദിക്റ് വലാ ഇലാഹ ഗൈറുക വരെയോ അല്ലെങ്കിൽ അതിൻ്റെ ശേഷം കുറച്ചും കൂടെ ഉണ്ടായിട്ട് അല്ലെങ്കിൽ അതിന് മുമ്പ് കുറേ ചേർത്തിയിട്ട് ഇങ്ങനെ വന്നിട്ടുള്ളൂ. വെറും സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക്കാന്ന് ഇവിടെ വന്നിട്ടില്ല എന്നല്ല, എവിടെയും വന്നിട്ടില്ല. വന്ന കിതാബ് എവിടെ ഉണ്ടെങ്കിലും നമുക്കത് വരുമ്പോൾ കാണാം. ഫിഖ്ഹിൻ്റെ ഏതെങ്കിലും കിതാബുകളിൽ സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക മാത്രം മതിയാകുമെന്നുണ്ടോ? ഫിഖ്ഹിൻ്റെ ഒരു കിതാബിലും, ഇപ്പോൾ ഹദീസിനെ പറ്റി പറഞ്ഞ മാതിരി തന്നെ ഫിഖ്ഹിൻ്റെ ഒരു കിതാബിലും ഇല്ല, ഷാഫി കിതാബിൽ എന്നല്ല ഒരു കിതാബിലും. ഫിഖ്ഹിൻ്റെ പ്രത്യേകിച്ച് ഷാഫിയാക്കളുടെ കിതാബിലൊന്നും സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക മതി എന്ന് പറഞ്ഞിട്ടില്ല. പറഞ്ഞത് വലാ ഇലാഹ ഗൈറുക വരെയുള്ള ഹദീസാണ്. ഷാഫി ഫിഖ്ഹിൽ പ്രധാനപ്പെട്ട ചില കിതാബുകൾ ഞാൻ ഉദ്ധരിക്കുക. ആ കിതാബുകളിലെല്ലാം, ഞാനീ പറയുന്ന കിതാബുകളിലെല്ലാം സുബ്ഹാനക്കല്ലാഹുമ്മ എന്നുള്ള ദിക്റ് ഞാൻ വലാ ഇലാഹ ഗൈറുക വരെ പറഞ്ഞത്, അല്ലെങ്കിൽ ഞാൻ നേരത്തെ ഹദീസിനെ പറ്റി പറഞ്ഞ മാതിരി കുറച്ച് മുമ്പ് കൂട്ടിയത്, ഇങ്ങനെയൊക്കെ ഉള്ളതേ ഉള്ളൂ. അത് റൗളത്തു ത്വാലിബീൻ ഇമാം നവവിയുടെ പേജ് നമ്പർ ഇപ്പോൾ ഞാൻ വായിക്കുന്നില്ല. ബഹറുൽ മദ്ഹബ് റൂയാനി ഇമാമിൻ്റെ, അൽ ഹാവി മാവർദി ഇമാമിൻ്റെ, അൽ അസീസ് ഷർഹുൽ വജീസ് റാഫി ഇമാമിൻ്റെ, ഹില്യത്തുൽ ഔലിയ ഖഫാൽ ഷാഷി തങ്ങളുടെ, അത്തവസ്സുത്ത് വൽ ഫത്ഹ് ആഷിയത്തുർ റൗള അദ്റ ഇമാമിൻ്റെ, അത്തഹ്ഖീഖ് ഇമാം നവവിയുടെ, ഫത്ഹുൽ ജവാദ് ഇബ്നു ഹജർ ഹൈതമി തങ്ങളുടെ, അൽ ഇംദാദ് ഇബ്നു ഹജർ ഹൈതമി തങ്ങളുടെ, അസ്നൽ മത്താലിബ് ഫി ഷർഹി റൗളി ത്വാലിബ് ഷെയ്ഖുൽ ഇസ്ലാമിൻ്റെ, അൻ നജ്മുൽ വഹാജ് ഫി ഷർഹിൽ മിന്നാജ് ദമീർ ഇമാമിൻ്റെ, അൽ ഉമ്മ് ഷാഫിഈ ഇമാമിൻ്റെ, കിഫായത്തുൻ നബീഹ് ഇബ്നു റിഫയുടെ, അത്തഅലീഖ ഖാദി ഹുസൈൻ തങ്ങളെ, അത്തഹ്ദീബ് ഇമാം ബഗവിയുടെ, അൽ മജ്മൂ നവവി ഇമാമിൻ്റെ, അൽ ബയാൻ ഇമാം ഇമ്രാനിയുടെ, ഹാഷിയത്തുൽ ബുജൈരിമി അലൽ ഇഖ്നാ ഇഹിയാ ഉലൂമുദ്ദീൻ, ഇത്ഹാബുസ് സാദ, ഖൂത്തുൽ ഖുലൂബ്, സൂഫിയത്തിൻ്റെ കിതാബാണല്ലോ, തസൂഫിൻ്റെ കിതാബാണല്ലോ, അതിൽ ഫിഖ്ഹും കൂടെ പറഞ്ഞ കിതാബാണ് ഖൂത്തുൽ ഖുലൂബ്. ഖൂത്തുൽ ഖുലൂബിലും ഈ വിഷയം പറഞ്ഞിട്ടുണ്ട്, വജ്ജത്തും പറഞ്ഞിട്ടുണ്ട്, സുബ്ഹാനക്കല്ലാഹുമ്മ എന്നുള്ളത് രണ്ടും കൂടെ കൂട്ടിയ പല സുന്നത്താന്ന് പറഞ്ഞിട്ടുണ്ട്. അതും വലാ ഇലാഹ ഗൈറുക വരെയുള്ളതാണ്. പിന്നെ ഇമാം ജീലാനി ഗൗസുൽ ആലമിൻ്റെ അൽ ഗുന്യ ലി ത്വാലിബി ത്വരീഖിൽ ഹഖ്, അതിലും വലാ ഇലാഹ ഗൈറുക വരെയാണ്. ഹംബലി മദ്ഹബുകാരനായിരുന്നല്ലോ അവർ ലാസ്റ്റ്. അപ്പോൾ അവരുടെ അബൂ ഹനീഫ ഇമാമിൻ്റെ മദ്ഹബും വലാ ഇലാഹ ഗൈറുക വരെ വേണമെന്നാണല്ലോ. വജ്ജഹത്ത് മുഴുവൻ ചൊല്ലാൻ സൗകര്യപ്പെട്ടില്ലെങ്കിലോ?